ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കേറ്ററ്റ് എക്സാമിൻ്റെ കാറ്റഗറി 1-ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ 4ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CVS ക്ലാസ്സുകളും LSS ക്ലാസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നെക്സ്റ്റ് കേറ്ററ്റ് എക്സാം ഈ വർഷം, അതായത് 2026 ഫെബ്രുവരി 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കാനേറെ ഉണ്ട് താനും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. നല്ല അധ്യാപകരാകാൻ നമുക്ക് നന്നായി പഠിക്കാം. ഓക്കെ ഡിയേഴ്സ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി 1 LP സെക്ഷനിലെ ഈ കഴിഞ്ഞ എക്സാമിൻ്റേതാണ്. അതായത് 2025 ജൂൺ സെഷനിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിൻ്റേത്. എക്സാം നടന്നിരുന്നത് 18/9/2025 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ വരുന്ന 30 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏതുതരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഹ്യൂമൻ ബീയിങ് ഓൾവേസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സോഷ്യബിലിറ്റി. ദ എബിലിറ്റീസ് ടു മിങ്കിൾ, അണ്ടർസ്റ്റാൻഡ്, ഇന്റർപ്രറ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് വെയർ ദസ് അക്വേർഡ്. ദ ഇന്റലിജൻസ് റിലേറ്റഡ് ടു ദിസ് ഈസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ആന്തരിക വൈയക്തിക ബുദ്ധി, ഓപ്ഷൻ ബി വ്യക്തിയാന്തര ബുദ്ധി, സി അസ്തിത്വപരമായ ബുദ്ധി ആൻഡ് ഡി പ്രകൃതിപരമായ ബുദ്ധി. അതായത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇതിലേതാണ് ആൻസർ? ഈസിയാണല്ലേ. ഓപ്ഷൻ ബി വ്യക്തിയാന്തര ബുദ്ധിയാണ് വരുന്നത്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്? വിച്ച് കാറ്റഗറി ഓഫ് ചൈൽഡ്ഹുഡ് ഈസ് കോൾഡ് ടോയ് ഏജ് ബൈ സൈക്കോളജിസ്റ്റ്? ഓപ്ഷൻ എ ശൈശവം, ബി ആദ്യ ബാല്യകാലം, സി പിൽക്കാല ബാല്യം, ഡി മധ്യബാല്യകാലം. ഇൻഫൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ് ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡ്. ഏതാണ് ആൻസർ? ആദ്യ ബാല്യകാലം, ഓപ്ഷൻ ബി ഏർലി ചൈൽഡ്ഹുഡ് ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തന ക്രമം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ശ്രവണം, ഭാഷണം, ലേഖനം, വായന, ബി ശ്രവണം, ലേഖനം, ഭാഷണം, വായന. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്. നെക്സ്റ്റ് ഓപ്ഷൻ ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്. ഓപ്ഷൻ സി ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഓപ്ഷൻ ഡി ശ്രവണം, വായന, ലേഖനം, ഭാഷണം. അതായത് ലിസണിങ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ക്വസ്റ്റ്യൻ 4, വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻ എ വികാസം അനുസ്യൂതമാണ്, ബി വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, സി വികാസം പ്രവചനീയമാണ്, ഡി വികാസം രേഖീയമാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്, ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്, ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ലീനിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വികാസം രേഖീയമാണ്, ഡെവലപ്മെൻറ്റ് ഈസ് ലീനിയർ. ക്വസ്റ്റ്യൻ നമ്പർ 5, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിനു പകരമായി ഉപയോഗിക്കുന്നത് എന്താണെന്നാണ്. അതായത് ആസ് എ പാർട്ട് ഓഫ് സപ്പോർട്ടിംഗ് ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വി പ്രൊവൈഡ് ഡാഷ് ഇൻ ദ പ്ലേസ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് യൂസ്ഡ് ഇൻ റെഗുലർ സ്കൂൾസ്. പഠന പോഷക ഉൽപ്പന്നങ്ങൾ, പിന്തുണാ പാഠങ്ങൾ, അനുപൂരക പാഠപുസ്തകങ്ങൾ, അധിക പുസ്തകങ്ങൾ. എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ്, സപ്പോർട്ടിംഗ് ലെസൺസ്, അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ്,
അഡീഷണൽ ബുക്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അനുപൂരക പാഠപുസ്തകങ്ങൾ, അതായത് അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 6. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? ഇൻ റിലേഷൻ ടു ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഉത്കണ്ഠ, സാമൂഹികത, അടുപ്പം, ഉൾക്കാഴ്ച, അപകർഷത. ഓപ്ഷൻ ബി കായികശേഷി, അപകർഷത, അടുപ്പം, മൗലികത, സാമൂഹികത. ഓപ്ഷൻ സി വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹരണശേഷി, ഉൾക്കാഴ്ച, മൗലികത. ഓപ്ഷൻ ഡി വാചാലത, ഉൾക്കാഴ്ച, മൗലികത, അപകർഷത, ഉത്കണ്ഠ. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആങ്സൈറ്റി, സോഷ്യബിലിറ്റി, ഇൻറ്റിമസി, ഇൻഹിബിഷൻ ആൻഡ് ഇൻഫീരിയോറിറ്റി ആണ്. ഓപ്ഷൻ ബി സ്പോർട്ടിംഗ്, ഇൻഫീരിയോറിറ്റി, ഇൻറ്റിമസി, ഒറിജിനാലിറ്റി ആൻഡ് സോഷ്യബിലിറ്റി. ഓപ്ഷൻ സി ഫ്ലുവൻസി, ഡൈവേർജൻറ്റ് തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഇൻഹിബിഷൻ ആൻഡ് ഒറിജിനാലിറ്റി. ലാസ്റ്റ് ഓപ്ഷൻ ഫ്ലുവൻസി, ഇൻഹിബിഷൻ, ഒറിജിനാലിറ്റി, ഇൻഫീരിയോറിറ്റി ആൻഡ് ആങ്സൈറ്റി ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹരണശേഷി, ഉൾക്കാഴ്ച, മൗലികത ഇതെല്ലാം സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സാണ്. അതായത് ഫ്ലുവൻസി, ഡൈവേർജൻറ്റ് തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഇൻഹിബിഷൻ ആൻഡ് ഒറിജിനാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിലെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? Milly teacher, while presenting concepts of environmental science, underlined the important word of the concept written on the blackboard. While using chart paper, she gives a separate color to the important word. Which Gestalt law of learning teacher activated here? Option A രൂപ പശ്ചാത്തല നിയമം, ബി തുടർച്ചാ നിയമം, സി സാമീപ്യ നിയമം, ഡി സാമ്യതാ നിയമം. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി ആൻഡ് ലോ ഓഫ് സിമിലാരിറ്റി. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, രൂപ പശ്ചാത്തല നിയമം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. എട്ടാമത്തെ ചോദ്യം, 12 വയസ്സുള്ള അഹാൻ്റെ ബുദ്ധിമാനം IQ 125 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻറ്റ് IQ ഓഫ് 12-year-old അഹാൻ ഈസ് 125. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? ഓപ്ഷൻ എ അഹൻ്റെ മാനസിക വയസ്സ് 10 ആണ്. ഓപ്ഷൻ ബി അഹൻ്റെ മാനസിക വയസ്സ് 12 ആണ്. ഓപ്ഷൻ സി അഹൻ്റെ മാനസിക വയസ്സ് 15 ആണ്. ഓപ്ഷൻ ഡി അഹൻ്റെ മാനസിക വയസ്സ് 16 ആണ്. ദ മെൻ്റൽ ഏജ് ഓഫ് അഹൻ ഈസ് 10. ദ മെൻ്റൽ ഏജ് ഓഫ് അഹൻ ഈസ് 12. ദ മെൻ്റൽ ഏജ് ഓഫ് അഹൻ ഈസ് 15 ആൻഡ് ദ മെൻ്റൽ ഏജ് ഓഫ് അഹൻ ഈസ് 16. നമുക്കറിയാം ബേസിക് IQ ഫോർമുല എന്നുള്ളത് മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. ഇവിടെ കുട്ടിയുടെ IQ തന്നിട്ടുള്ളത് 125 ആണ്. ക്രോണോളജിക്കൽ ഏജ് തന്നിട്ടുള്ളത് 12 years ആണ്. സോ 125 ഇൻറ്റു 12 ബൈ 100 ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. 15 ആണ് ആൻസർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അഹൻ്റെ മാനസിക വയസ്സ് 15 ആണ്. ദ മെൻ്റൽ ഏജ് ഓഫ് അഹൻ ഈസ് 15. ഓക്കെ. 9ാമത്തെ ചോദ്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്നത് ഏത് തരം പഠന വൈകല്യമാണ്? ലിജി, ദ 4th class student is learning to run bicycle from 3rd class onwards. Still she is afraid of riding bicycle individually on roads. Liji is facing dash learning disability. ഓപ്ഷൻ എ വായനാ വൈകല്യം, ബി ഗണന വൈകല്യം, സി നാമവൈകല്യം, ഡി പ്രയോഗ വൈകല്യം. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്നോമിയ ആൻഡ് ഡിസ്പ്രാക്സിയ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രയോഗ വൈകല്യം, ഡിസ്പ്രാക്സിയ. ഡെവലപ്മെൻറ്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്, അതുകൂടി ഓർത്ത് വെക്കുക. പേശികളുടെ ഏകോപനത്തിനും ചലനങ്ങളിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. മോട്ടോർ സ്കിൽ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് 1 വർഷമായിട്ട് ഈ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടും ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയം തോന്നുന്നത്. ഈ പ്രയോഗ വൈകല്യം കാരണമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 10.
ലിംഗ സമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The nationwide campaign to ensure equality and women empowerment implemented in Kerala with the leadership of Kudumbasri. The name of the campaign is dash. Option A, Nei Nari 3.0, B, Nei Chedana 3.0, C, Nei Abhiyan 3.0 and D, Nei Rasta 3.0. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെയ് ചേതന 3.0 ആണ്. 11ാമത്തെ ചോദ്യം, ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്കരൂപത്തെ ചിത്രീകരിക്കുന്നതിന് പറയുന്നത് എന്താണ്? The precise ideas, statements that encompasses all the concepts to be learned from the chapter recorded is called dash. Option A, പഠന ഘടന, B, അഡ്വാൻസ്ഡ് ഓർഗനൈസർ, C, ആശയചിത്രം, D, ചിന്താചിത്രം. ലേണിംഗ് സ്ട്രക്ചർ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ, കൺസെപ്റ്റ് മാപ്പ് ആൻഡ് തിങ്കിങ് മാപ്പ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആശയചിത്രം, കൺസെപ്റ്റ് മാപ്പാണ്. 12ാമത്തെ ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, മൈക്രോ അധ്യാപനം, ബി, അനുഭവാധിഷ്ഠിത രീതി, സി, സംവാദാത്മക പഠനം, ഡി, പ്രതിക്രിയാ പഠനം. The method adopted to give reading experience to students based on the conceptual ideas of Lev Vygotsky is known as micro-teaching, experimental method, diagnostical learning and reciprocal teaching. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രതിക്രിയാ പഠനം, റെസിപ്രോക്കൽ ടീച്ചിങ്. 13ാമത്തെ ചോദ്യം, സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തെരുവു നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. പഠന സമീപനവുമായി ബന്ധപ്പെടുത്തി ഇത് എന്തിന് ഉദാഹരണമാണ്? ഫെമിന ടീച്ചർ ഓൾവേസ് റിമൈൻഡഡ് children to be aware of the street dogs in the way to school. Now, most of the children in the class are afraid of all dogs. Based on the approach to learning, this is an example of dash. Option A, ചോദക വിവേചനം, ബി, ചോദക സാമാന്യവൽക്കരണം, സി, ചോദക നിയന്ത്രണം, ഡി, വിലോപം. എ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ബി, സ്റ്റിമുലസ് ജനറലൈസേഷൻ, സി, സ്റ്റിമുലസ് കൺട്രോൾ ആൻഡ് ഡി, എക്സ്റ്റിങ്ഷൻ. ആൻസർ ചോദക സാമാന്യവൽക്കരണമാണ്. ഓപ്ഷൻ ബി, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ടീച്ചർ പറഞ്ഞത് എന്താണ്? തെരുവു നായ്ക്കളെ സൂക്ഷിക്കണമെന്നാണ് ടീച്ചർ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ ഇത് കേട്ട് എല്ലാ നായ്ക്കളെയും കുട്ടികൾക്ക് പേടിയാണ്. ജനറലായിട്ട് ആ നായ്ക്കൾ എന്ന വിഭാഗത്തെ തന്നെ കുട്ടികൾക്ക് പേടിയായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന വിഭാഗത്തിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14, പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? Which medium of instruction is most suitable at the primary level for establishing learning with mastery? ഓപ്ഷൻ എ, കുട്ടികളുടെ മാതൃഭാഷ, ബി, ഇംഗ്ലീഷ് പഠന മാധ്യമം, സി, ഹിന്ദി പഠന മാധ്യമം, ഡി, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. മദർ ടങ് ഓഫ് ദ ചൈൽഡ്, മീഡിയം ഓഫ് ഇംഗ്ലീഷ്, മീഡിയം ഓഫ് ഹിന്ദി ആൻഡ് ഓൾ ദ എബോവ് എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കുട്ടിയുടെ മാതൃഭാഷ, മദർ ടങ് ഓഫ് ദ ചൈൽഡ്. 15ാമത്തെ ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെയുള്ള ചിത്രത്തിൽ ലെവൽ 5-ൽ ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത് ഏത്? എബ്രഹാം മാസ്ലോസ് തിയറി പ്രൊപ്പോസസ് ദ ഹയറാർക്കി ഓഫ് നീഡ്സ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ വിച്ച് നീഡ് കറസ്പോണ്ട്സ് ടു ലെവൽ 5, ദ ഹയസ്റ്റ് ലെവൽ? ഓപ്ഷൻ എ, ശാരീരിക ആവശ്യങ്ങൾ, ബി, സുരക്ഷിതത്വം, സി, ആദരിക്കാനുള്ള ആഗ്രഹം, ഡി, ആത്മസാക്ഷാത്കാരം. എ, ഫിസിയോളജിക്കൽ നീഡ്സ്, ബി, സേഫ്റ്റി, സി, എസ്റ്റീം നീഡ്സ് ആൻഡ് ഡി, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? ഓപ്ഷൻ എ, അഹം, ബി, ഇദ്, സി, അത്യഹം, ഡി, ഇവയൊന്നുമല്ല.
Which major factor of psychoanalytic theory is related to the principle of reality? Ego, it, superego, none of this. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അഹമാണ്, ഈഗോ. 17ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസി ടീച്ചർ കുട്ടികളോട് ഒരേപോലുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായി അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠനത്തിലൂടെ ആശയ സ്വാംശീകരണം സാധ്യമാക്കുന്ന രീതി മുന്നോട്ട് വെച്ചത് ആര്? As the teacher, while teaching maths in the class, told all students to take 4 objects and 3 objects of same nature and told them to add together. Teacher again told them to find picture of adding 4 objects and 3 objects from the collection to get the total. Later told the students to relate these totals with numerals. This concept formation in learning was proposed by ഹൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഈ ഒരു രീതി മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ, ബി ലെവ് വൈഗോട്സ്കി, സി നോം ചോസ്കി ആൻഡ് ഡി ഇ എൽ തോണ്ടെക്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജെറോം എസ് ബ്രൂണർ. 18ാമത്തെ ചോദ്യം. സന്തോഷകരവും സന്താപകരവുമായ പ്രബലനങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തം ഏത്? ദ യൂസ് ഓഫ് പ്ലസന്റ് ആൻഡ് അൺപ്ലസന്റ് റീഇൻഫോഴ്സ്മെന്റ് ടു ചേഞ്ച് ബിഹേവിയർ ഈസ് ഓഫൺ റെഫർഡ് ടു ആസ് ഡാഷ് തിയറി. ഓപ്ഷൻ എ പഠന നിയമത്രയം, ഓപ്ഷൻ ബി അനുബന്ധന സിദ്ധാന്തം, സി പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ഡി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. Trilogy of learning, theory of conditioning, theory of operant conditioning and gestalt theory. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ കഥ പറയൽ, ബി പാട്ടുപാടൽ, സി കളിയിലേർപ്പെടൽ, ഡി ചിത്രരചന. Which of the following classroom activity is most suitable to develop cooperation among students? A. Storytelling, B. Singing songs, C. Playing game and D. Drawing picture. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കളിയിലേർപ്പെടലാണ്, പ്ലേയിങ് ഗെയിം. ക്വസ്റ്റ്യൻ 20. 20ാമത്തെ ചോദ്യം. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് സ്പിയർമാൻ്റെ ദ്വിഘടനാ സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതെല്ലാം? വിച്ച് ആർ ദ 2 ഫാക്ടേഴ്സ് ഓഫ് ചാൾസ് സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്? ഓപ്ഷൻ എ ജി ഘടകവും എസ് ഘടകവും, ബി വി ഘടകവും എം ഘടകവും, സി ജി ഘടകവും എഫ് ഘടകവും, ഡി എ ഘടകവും സി ഘടകവും. G factor and S factor, V factor and M factor, G factor and F factor, last one A factor and C factor. ആൻസർ ഓപ്ഷൻ എ ആണ്, ജി ഘടകവും എസ് ഘടകവും, ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ. ഇവിടെ ജി എന്ന് പറയുന്നത് ജനറൽ ഫാക്ടറും എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഫാക്ടറുമാണ്. അതായത് ജിയിൽ വരുന്നത് റീസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രോബ്ലം സോൾവിങ്, അതൊക്കെയാണ്. അത്തരം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ ജി വിഭാഗത്തിൽ വരുന്നത്. എസ് എന്ന് പറയുന്നത് എബിലിറ്റി ഇൻ മാത്തമാറ്റിക്സ്, മ്യൂസിക്, ലാംഗ്വേജ്, ഡ്രോയിങ് എക്സെട്ര ഒക്കെയാണ് ഈ എസ് ഫാക്ടറിൽ വരുന്നത്. അതായത് യുണീക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക്, അതുമല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് എസ് ഫാക്ടറിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 21. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ വികാരങ്ങൾ തീവ്രമാണ്, ബി വികാരപ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു, സി വികാരങ്ങൾ അല്പായുസ്സുള്ളവയാണ്, ഡി വികാരങ്ങൾ സ്ഥിരമാണ്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഇമോഷൻസ് ഓഫ് ചിൽഡ്രൻ ആർ ഗിവൺ ബിലോ. വിച്ച് വൺ ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻ എ ഇമോഷൻസ് ആർ ഇൻറ്റൻസ്, ബി ഇമോഷൻസ് ആർ ഫ്രീക്വൻറ്റ്, സി ഇമോഷൻസ് ആർ ടെമ്പററി ആൻഡ് ഡി ഇമോഷൻസ് ആർ സ്റ്റേബിൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വികാരങ്ങൾ സ്ഥിരമാണ്, ഇമോഷൻസ് ആർ സ്റ്റേബിൾ. 22ാമത്തെ ചോദ്യം. RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് ബാധകമാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ത്യയിലാകമാനമാണ്, ബി ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യ മുഴുവൻ, സി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മാത്രം, ഡി
ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഇന്ത്യ മുഴുവൻ. The RTE Act 2009 implemented by the Government of India is extended to option A, the whole of India, B, the whole of India except the state of Jammu and Kashmir, C, the whole Indian states only, and D, the whole of India except the states of Jammu and Kashmir and Union Territories. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യ മുഴുവനാണ് RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് ബാധകമാക്കിയിരിക്കുന്നത്. അതായത് ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ക്വസ്റ്റ്യൻ നമ്പർ 23. ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. ടീച്ചറുടെ മുന്നിൽ അവന് സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ കഴിഞ്ഞില്ല. പകരം വീട്ടിൽ ചെന്ന് തൻ്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. ഇവിടെ ലൂക്ക് ഉപയോഗിച്ച സമായോജന തന്ത്രം ഏതാണ്? ഓപ്ഷൻ എ പശ്ചാത്ഗമനം, ബി യുക്തീകരണം, സി പ്രക്ഷേപണം, ഡി ആദേശനം. Teacher criticized Luke a lot in the class or found fault with him without any reason. He was unable to justify him before the teacher. Instead, he expressed his anger towards his sister and mother at home. Which defense mechanism Luke used here? Regression, rationalized projection and displacement. Answer option D ആണ്. ആദേശനം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്തു തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ബാഹ്യ അഭിപ്രേരണ, ബി ആന്തരിക അഭിപ്രേരണ, സി നീതിബോധം, ഡി മാത്സര്യ ബുദ്ധി. Maggie always feel pleasure in doing the activities given by the teacher on time. This effect on learning shows option A extrinsic motivations, B intrinsic motivation, C moral value and D competitive spirit. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. പഠിതാവിൻ്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ദ ലേണർ വി മേക്ക് യൂസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇവാലുവേഷൻ മെത്തേഡ് ടു ഇവാലുവേറ്റ് ദ ലേണർ? ഓപ്ഷൻ എ ഒരു ടേമിൻ്റെയോ വർഷത്തിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന വിലയിരുത്തൽ, ഇവാലുവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് എ ടേം ഓർ ഇയർ. ഓപ്ഷൻ ബി പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അലോങ് വിത്ത് ദ ലേണിംഗ് പ്രോസസ്. ഓപ്ഷൻ സി കുട്ടിയുടെ പഠന സന്നദ്ധതയുടെ വിലയിരുത്തൽ, ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് റെഡിനെസ്. ആൻഡ് ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം, ഓൾ ദ എബോവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം, ഓൾ ദ എബോവ്. ക്വസ്റ്റ്യൻ 27. കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് ഏത് രീതിയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Along with the knowledge already acquired by the learner, new knowledges are added continuously and go into the deeper and inner volume of ideas is an important way of equipping curriculum. This method is known as dash. ഓപ്ഷൻ എ ചാക്രികാരോഹണ രീതി, ബി പ്രതിക്രിയ രീതി, സി പ്രതിഫലനാത്മക രീതി, ഡി രേഖീയ രീതി. സ്പൈറലിംഗ് മെത്തേഡ്, റെസിപ്രോക്കൽ മെത്തേഡ്, റിഫ്ലക്റ്റീവ് മെത്തേഡ് ആൻഡ് ലീനിയർ മെത്തേഡ്. ആൻസർ എ ആണ്. ചാക്രികാരോഹണ രീതി, സ്പൈറലിംഗ് മെത്തേഡ്. 28ാമത്തെ ചോദ്യം. യാങ് പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂഢമൂലമായിരിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ബി പ്രാഗ് മനോവ്യാപാര ഘട്ടം, സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ ജീൻ പിയാഷെ ഈഗോസെൻട്രിസം ഈസ് ഡീപ്ലി കോൺസെൻട്രേറ്റഡ് എമംഗ് ചിൽഡ്രൻ? എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻസർ ബി ആണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 29ാമത്തെ ചോദ്യം. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? ഓപ്ഷൻ എ 2 പേരുടെ ഗ്രൂപ്പ്, ബി 3 പേരുടെ ഗ്രൂപ്പ്, സി 5 പേരുടെ ഗ്രൂപ്പ്, ഡി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പ്. ടീച്ചർ ഓൾവേസ് ഗീവ് group activities as a part of learning in the classroom. Which group formation is least appropriate for fruitful learning? Option A groups of 2, B groups of 3, C groups of 5 and D all students in one group. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പ്, ഓൾ സ്റ്റുഡൻസ് ഇൻ വൺ ഗ്രൂപ്പ്. അങ്ങനെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നൽകുമ്പോഴാണ് ഫലപ്രദമായ പഠനം നടക്കാത്തത്. അവസാനത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 30. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അമൻ്റെ ഈ നീതിബോധം കോൾബർഗിൻ്റെ ഏത് നൈതിക വികാസ ഘട്ടമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, ബി യാഥാസ്ഥിതിക സദാചാര ഘട്ടം, സി പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം, ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. Aman told his sister who was throwing waste to the neighboring plot, "This is not a decent way. We should dispose our waste safely. That is morally needed." The morality of Aman is related to which stage of morality proposed by Kohlberg? Option A post-conventional morality stage, B conventional morality stage, C pre-conventional morality stage and D all the above. ആൻസർ ഓപ്ഷൻ എ ആണ്, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, അതായത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 30 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? വാട്ട് ഈസ് ദ സിമ്പിൾ റെപ്രസെൻറ്റിംഗ് 0 ഇൻ ദ റോമൻ ന്യൂമറൽ സിസ്റ്റം? ഓപ്ഷൻ എ എം, ബി സി, ഓപ്ഷൻ സി എൽ ആൻഡ് ഓപ്ഷൻ ഡി പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 0യെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 32 ആണ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എ 3.7 സെൻറ്റിമീറ്റർ ഈക്വൽസ് 37 മില്ലിമീറ്റർ. ഓപ്ഷൻ ബി 5.03 മീറ്റർ 503 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 9 മീറ്റർ 900 സെൻറ്റിമീറ്റർ. ലാസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി 7 കിലോമീറ്റർ 70,000 മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയത് കണ്ടുപിടിക്കാനാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 7 കിലോമീറ്റർ 70,000 മില്ലിമീറ്റർ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. 7 കിലോമീറ്റർ എന്നാൽ 70,000 മില്ലിമീറ്റർ അല്ല, 70 ലക്ഷം മില്ലിമീറ്റർ ആണ്. അതായത് 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആണല്ലോ. 1 മീറ്റർ എന്നത് 100 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ എന്നതോ 10 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ 1000 × 100 × 10 ആണ്. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ എന്നുള്ളത് എത്ര മില്ലിമീറ്റർ ആണെന്ന് കണ്ടെത്താനായിട്ടാണ് ഈ 1000 × 100 × 10 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 10 lakhs മില്ലിമീറ്റർ ആണ്, 10 ലക്ഷം മില്ലിമീറ്റർ, അഥവാ 1 ദശലക്ഷം മില്ലിമീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 എന്നുള്ളത് 7 ആകുമ്പോഴോ 7 കിലോമീറ്റർ ആകുമ്പോൾ 70 ലക്ഷം മില്ലിമീറ്റർ ആണ്, 70 lakh മില്ലിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 33ാമത്തെ ക്വസ്റ്റ്യൻ. 20ൻ്റെ 40% 50ൻ്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50% ഓപ്ഷൻസ് 23, 100, 46, 92. The number obtained by adding 40% of 20 and 30% of 50 is 50% of which number എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 23, 100, 46 ആൻഡ് 92 ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 46 ആണ്, 46. ഇതെങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? 40% ഓഫ് 20 എന്ന് പറയുന്നത് 40/100 × 20 ആണ്, അതായത് 8 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് 30% ഓഫ് 50 ആണ്.
അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 30/100 ഇൻറ്റു 50 ചെയ്ത് നോക്കിയാൽ മതി. സോ എത്ര കിട്ടും? 15 കിട്ടും, 15. ഈ 15ഉം 8ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുക, 23 കിട്ടും. സോ ആൻസറിലേക്ക് എത്താൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഹൂസ് 50% ഈസ് 23. അതായത് ഏത് സംഖ്യയുടെ പകുതിയാണ് 23? 50% ആണ് 23. 23 + 23 നോക്കിയാൽ മതി, 46 ആണ്. സോ ദ ആൻസർ ഈസ് 46. 34ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ്? തെറ്റായത് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 0.2 ഈക്വൽസ് 2/10 ഈക്വൽസ് 1/5 തന്നിട്ടുണ്ട്. ബി തന്നിരിക്കുന്നത് 0.04 ഈക്വൽസ് 4/100 ഈക്വൽസ് 1/25 ആണെന്ന് തന്നിരിക്കുന്നു. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് 0.25 സമം 25/100 സമം 1/4 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഡി തന്നിരിക്കുന്നത് 1.25 125/1000 സമം 1/8 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും തന്നിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ്, ഓക്കെ. പക്ഷേ ഡി വരുമ്പോൾ 125/1000 എന്ന് പറയുന്നത് 1.25 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.125 വരുമ്പോഴാണ് ഇവിടെ 125/1000 ഈക്വൽസ് 1/8 എന്നുള്ള ആൻസർ വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.25-നാണ്. സോ ദി ആൻസർ ഈസ് ഇൻകറക്റ്റ്, റോങ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ആൻസർ ഓപ്ഷൻ ഡി ആണേ. 35ാമത്തെ ചോദ്യം, 28,467 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഓപ്ഷൻ എ 76, ബി 67, സി 467 ആൻഡ് ഡി 647. English question, what is the remainder when the number 28,467 is divided by 100? ആൻസർ ബി ആണ്, 67 ആണ് റിമൈൻഡർ ശിഷ്ടമായിട്ട് കിട്ടുന്നത്. 36ാമത്തെ ചോദ്യം, നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്നതിന്, ബി മികവിനുള്ള സമ്മാനങ്ങൾ തീരുമാനിക്കുന്നതിന്, സി പഠന നേട്ടങ്ങൾക്കുള്ള സ്കോറുകൾ നിർണ്ണയിക്കുന്നതിന്, ഡി പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിന്. ദി മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ടു ഗീവ് പ്രൊമോഷൻ ടു ദ നെക്സ്റ്റ് ക്ലാസ്, ബി ടു പ്രൊവൈഡ് റിവാർഡ്സ് ടു അച്ചീവ്മെൻറ്റ്സ്, സി ടു ഗീവ് സ്കോർ ഫോർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡി ടു ഫൈൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ്. ആൻസർ ഡി ആണ്, പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിനാണ് നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 37ാമത്തെ ചോദ്യം, ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? 25, 35, 30, 55. If we continue like this, how many squares will there be in the next picture? 25, 35, 30 and 55 ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ആൻസർ 25 ആണ്, ഓപ്ഷൻ എ 25. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു സ്ക്വയർ ആണുള്ളത്, രണ്ടാമത്തെ ചിത്രത്തിൽ 2 സ്ക്വയറുകളുള്ള 2 ഭാഗങ്ങളാണുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ 3 സ്ക്വയറുകളുള്ള 3 ഭാഗങ്ങളുണ്ട്. അതേപോലെ നാലാമത്തെ ചിത്രത്തിലാണെങ്കിൽ 4 സ്ക്വയറുകൾ ഉൾപ്പെടുന്ന 4 ഭാഗങ്ങളുണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് 5 സ്ക്വയറുകളുള്ള 5 ഭാഗങ്ങളായിരിക്കും. അങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 5 × 5 25 സ്ക്വയേഴ്സ് ടോട്ടൽ വരും. ഓക്കെ. 38ാമത്തെ ചോദ്യം, ഗണിത പഠനത്തിൽ ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ, ക്ലാസ് മുറി, ചുമരുകൾ, വാതിലുകൾ, ജനലുകൾ, ചുറ്റുപാടുകൾ, കോണിപ്പടി ഇവ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ബി ഗൃഹാന്തരീക്ഷത്തിലെ ഗണിത പഠനം മെച്ചപ്പെടുത്തുക, സി ഗണിത പഠനത്തിൽ ഗൃഹപാഠങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, ഡി ഗണിത പഠനത്തിനായി കൂടുതൽ റഫറൻസ് പുസ്തകങ്ങൾ ലഭ്യമാക്കുക. ദി മാത്തമാറ്റിക്സ് ലേണിംഗ് പ്രോഗ്രാം ബാല എയിംസ് ഓപ്ഷൻ എ യൂട്ടിലൈസ് ദ സ്കൂൾ ബിൽഡിംഗ്സ്, ക്ലാസ് റൂംസ്, വാൾസ്, ഡോർസ്, വിൻഡോസ്, സറൗണ്ടിങ്സ് ആൻഡ് സ്റ്റെയർസ് അപ്രോപ്രിയേറ്റ് ഫോർ മാത്തമാറ്റിക്സ് ലേണിംഗ്. ഓപ്ഷൻ ബി ഇംപ്രൂവ് മാത്തമാറ്റിക്സ് ലേണിംഗ് ഇൻ ഹോം എൻവയോൺമെൻറ്റ്. ഓപ്ഷൻ സി ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോംവർക്ക് ഇൻ മാത്തമാറ്റിക്സ് ലേണിംഗ്. ആൻഡ് ഓപ്ഷൻ ഡി പ്രൊവൈഡ് മോർ റെഫറൻസ് ബുക്സ് ഇൻ ഫോർ മാത്തമാറ്റിക്സ് ലേണിംഗ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? എന്താണ് ബാല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നാണ്.
സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വിദ്യാലയത്തിലെ കെട്ടിടങ്ങളും ക്ലാസ് മുറിയും ചുവരുകളും വാതിലുകളും ജനലുകളും ചുറ്റുപാടുകളും കോണിപ്പടികളും ഒക്കെ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ആൻസർ വരുന്നത്. 39ാമത്തെ ചോദ്യം, മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഗണിത പഠന രീതി ഏത്? ദി മെത്തേഡ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് ത്രൂ കോൺക്രീറ്റ് എക്സാമ്പിൾസ് ടു അറൈവ് എ ജനറൽ കൺക്ലൂഷൻ ഈസ് കോൾഡ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആഗമന രീതി, അതായത് ഇൻഡക്റ്റീവ് മെത്തേഡ്. ബി നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ സി പ്രോജക്റ്റ് രീതി, പ്രോജക്റ്റ് മെത്തേഡ്. ഡി പരീക്ഷണ, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, പരീക്ഷണ രീതി. ഇതിൻ്റെ ആൻസർ എ ആണ്, ആഗമന രീതിയാണ്, ഇൻഡക്റ്റീവ് മെത്തേഡ്. അതായത് ഉദാഹരണങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്, ഇൻഡക്റ്റീവ് മെത്തേഡ്. 40ാമത്തെ ചോദ്യം നോക്കാം. അധ്യാപക സഹായികളുടെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ ടീച്ചർ ടെക്സ്റ്റ്? എ പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിന്, ബി പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന്, സി കുട്ടികൾക്ക് ഗൃഹപാഠങ്ങൾ നൽകുന്നതിന്, ഡി വിലയിരുത്തൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. ടു ഫ്രെയിം ലേണിംഗ് എക്സ്പീരിയൻസസ്, ടു ഫൈൻഡ് ദ ലേണിംഗ് ഔട്ട്കംസ്, to provide home assignments for students and to plan evaluation techniques. ഇതിൻ്റെ ആൻസർ സി ആണ്, കുട്ടികൾക്ക് ഗൃഹപാഠങ്ങൾ നൽകുന്നതിന്. കുട്ടികൾക്ക് ഹോംവർക്ക്സ് നൽകുക എന്നുള്ളത് നമ്മുടെ അധ്യാപക സഹായികളുടെ ഒരു പ്രധാന ലക്ഷ്യമല്ലല്ലോ. സോ അതാണ് ആൻസർ. ഇനി നമുക്ക് 41ാമത്തെ ചോദ്യം നോക്കാം. 1 മില്യണ് തുല്യമല്ലാത്തത് ഏത്? എ 10⁻⁶, ബി 1000 into 1000, സി 10 ലക്ഷം, ഡി 100 കോടി. വിച്ച് ഈസ് നോട്ട് ഈക്വൽസ് ടു 1 മില്യൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 100 കോടി. 100 crore ആണ് 1 മില്യന് തുല്യമല്ലാത്തത്. 42ാമത്തെ ചോദ്യം, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത പഠനത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കണ്ടും കേട്ടും ചെയ്തും, വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ സ്വാംശീകരിക്കുന്നതിന് സഹായിക്കുന്നു. സി ഗണിത പഠനത്തിൽ കുട്ടികളുടെ താല്പര്യം വർദ്ധിക്കുന്നു. ഡി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠവിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്. Which of the following is a false statement about mathematics learning using TLM, teaching learning materials? Option A provides opportunities for learning by seeing, listening and doing, visual, auditory and kinesthetic. B abstract concepts are quickly assimilated. C increases children's interest in mathematics learning. D more time is required for completing the ടോപ്പിക്സ്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠവിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ ഒരു പ്രസ്താവനയല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 43 നോക്കാം. 36 - 2 × 8/4 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 34, ബി 26, സി 48, ഡി 12. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ബോഡ് മാസ് തിയറി ഉപയോഗിച്ചാണ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതാണല്ലോ ഈ ബോഡ് മാസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ബോഡ് മാസ് ദ ആൻസർ ഷുഡ് ബി 32 അല്ലേ? 32 ആണ് ആൻസറായിട്ട് വരുന്നത്. പക്ഷേ 32 എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ദ ഗിവൺ ഓപ്ഷൻ സീംസ് ടു ബി എ പ്രിൻറ്റിംഗ് എറർ ആയിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, ബോഡ് മാസ് റൂൾ നമുക്കറിയാം. ആസ് പെർ ബോഡ് മാസ് റൂൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഡൺ ബിഫോർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷന് മുമ്പാണ് നമ്മൾ അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് 32. പക്ഷെ ഇവിടെ തന്നിട്ടില്ല. കീ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ അറിയാൻ പറ്റും. കീയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, ഇവിടെ പിന്നെ തന്നിട്ടുള്ളത് 12 ആണ് തന്നിട്ടുള്ളത്. ആൻസർ അവർ 12 ആണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും അറിയില്ല. എനിവേ നിങ്ങൾ എപ്പോഴും ഈ ഒരു ബോഡ് മാസ് റൂള് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ കറക്റ്റ് ആൻസർ, നമുക്ക് കിട്ടിയ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻസിൽ ഇല്ല എങ്കിൽ ഒന്നുകിൽ ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ഈ ഒരു കറക്റ്റ് ആൻസറിനോട് ചേർന്ന് വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, 44ാമത്തെ ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പഠനത്തിലെ വിലയിരുത്തൽ മേഖലകളിൽ ഉൾപ്പെടുന്നത് ഏത്?
ഓപ്ഷൻ എ സാമാന്യവൽക്കരണം, ദത്തങ്ങളുടെ ഉപയോഗം, സംഖ്യാബോധം, മുകളിൽ പറഞ്ഞത് എല്ലാം. Assessment in mathematics learning in primary classes include option A generalization, B data handling, C number sense and D all the above. ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞത് എല്ലാം, all the above. 45-ാമത്തെ ചോദ്യം 1/7 × 60 × 70 = 90 ഡാഷ് × 20 എന്നാണ് തന്നിരിക്കുന്നത്. 90 കഴിഞ്ഞുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 5/7 ആണ്, ബി 1/3, സി 3/4 ആൻഡ് ഡി 1/4. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/3. 46-ാമത്തെ ചോദ്യം 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാക്രമം ഓരോ 30 മിനിറ്റിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു. കൃത്യം 8 മണിക്ക് അവ രണ്ടും ഒരുമിച്ച് പ്രകാശിച്ചു എങ്കിൽ അവ രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന അടുത്ത സമയം ഏത്? ഓപ്ഷൻ എ 10 മണി, ബി 11 മണി, സി 12 മണി ആൻഡ് ഡി 1 മണി. ഫ്ലാഷ് ലൈറ്റ്സ് അറ്റാച്ച്ഡ് ടു 2 lighthouses light up every 30 minutes and every 40 minutes respectively. If they both light up together at exactly 8 o'clock, then what will be the next time they will light up together? 10 o'clock, 11 o'clock, 12 o'clock and 1 o'clock. ആൻസർ ഓപ്ഷൻ എ ആണ്, 10 മണി, 10 o'clock. 47-ാമത്തെ ചോദ്യം ജനുവരി 5 ശനിയാഴ്ച ആയാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകും? ഓപ്ഷൻ എ 3, ബി 4, സി 5, ഡി 6. If January 5 is Saturday, then how many Mondays will be there in that month? 3, 4, 5 and 6. ഓപ്ഷൻ ബി ആണ് ആൻസർ, 4. 4 തിങ്കളാഴ്ചകൾ ഉണ്ടാകും. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ജനുവരി 5 ഈസ് എ സാറ്റർഡേ. വി നീഡ് ടു ഫൈൻഡ് ഹൗ മെനി മൺഡേയ്സ് ആർ ഇൻ ദാറ്റ് ജനുവരി. ജനുവരി 5 എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. അങ്ങനെയെങ്കിൽ എത്ര തിങ്കളാഴ്ചകൾ ജനുവരിയിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിറ്റർമിൻ ദ ഡേ ഓഫ് ദ വീക്ക് ഫോർ ജനുവരി 1. ജനുവരി 5 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. സോ കൗണ്ടിങ് ബാക്ക്വാർഡ്, നമ്മളൊന്ന് പിറകിലേക്ക് കൗണ്ട് ചെയ്ത് നോക്കുന്നു. ജനുവരി 5 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്, 4 ഫ്രൈഡേ ആണ്, 3 തേഴ്സ്ഡേ ആണ്, 2 വെനസ്ഡേ വരും ആൻഡ് 1 ട്യൂസ്ഡേ വരും. ചൊവ്വാഴ്ച വരുന്നത് ജനുവരി 1 ആയിട്ട് വരും. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓൾ മൺഡേയ്സ്. എല്ലാ മൺഡേയ്സും നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കണം. ഇഫ് ജനുവരി 1 ഈസ് ട്യൂസ്ഡേ, ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണെങ്കിൽ ദെൻ ദ ഫസ്റ്റ് മൺഡേ വിൽ ബി ദ നെക്സ്റ്റ് മൺഡേ ആഫ്റ്റർ ജനുവരി 1, റൈറ്റ്? സോ ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്, ജനുവരി 2 വെനസ്ഡേ ആണ്, 3 തേഴ്സ്ഡേ ആണ്, 4 ഫ്രൈഡേ ആണ്, 5 സാറ്റർഡേ ആണ് ആൻഡ് 6 സൺഡേ ആണ്. ജനുവരി 7 അടുത്ത മൺഡേ വരുന്നത് ജനുവരി 7-ലാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മൺഡേയ്സും ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ജനുവരി 7, ജനുവരി 14, ജനുവരി 21, ജനുവരി 28. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. എത്ര മൺഡേയ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തു? There are 4 Mondays in that January. So answer 4 Mondays ആണ്. 4 Mondays നമ്മൾ ലിസ്റ്റ് ചെയ്തില്ലേ? 48-ാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ കേരളീയ ഗണിത ശാസ്ത്രജ്ഞൻ ആര്? Who among the following is a mathematician from Kerala? ഓപ്ഷൻ എ ശ്രീനിവാസ രാമാനുജൻ, ബി ബ്രഹ്മഗുപ്ത, സി നീലകണ്ഠ സോമയാജി, ഡി പൈഥഗോറസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നീലകണ്ഠ സോമയാജി. 49-ാമത്തെ ചോദ്യം തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ ഏത്? If the average of 7 consecutive even numbers is 36, what is the smallest number? 42, 36, 30 and 24. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 30. 30 ആണ് ആൻസർ. 50-ാമത്തെ ചോദ്യം ജാമിതീയ പഠനത്തിനായി വാൻ ഹേലി നിർദ്ദേശിച്ച 5 ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ, അതായത് ഫോർമേഷൻ ഓഫ് ഫോർമുലെ, ബി ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ, സി വേർതിരിച്ചെടുക്കൽ അബ്സ്ട്രാക്ഷൻസ് ആൻഡ് ഡി ചിന്തയുടെ കാഠിന്യം റിഗർ. Which of the following is not related to the 5 stage of learning geometry proposed by Van Haley? ഓപ്ഷൻ എ ഫോർമേറ്റീവ് ഓഫ് ഫോർമുലെ, ബി വിഷ്വലൈസേഷൻ, സി അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡി റിഗർ.
ആൻസർ ഓപ്ഷൻ എ ആണ് സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ, ഫോർമേഷൻ ഓഫ് ഫോർമുലേ. 51ാമത്തെ ചോദ്യം, രണ്ട് വരകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിന്റെ പകുതിയാണ് എങ്കിൽ ആ കോണുകളുടെ അളവുകൾ എത്ര വീതമാണ്? ഓപ്ഷൻ എ 60 ഡിഗ്രി 120 ഡിഗ്രി, ബി 70 ഡിഗ്രി 140 ഡിഗ്രി, സി 80 ഡിഗ്രി 160 ഡിഗ്രി, ഡി 90 ഡിഗ്രി 180 ഡിഗ്രി. If one of the 4 angles formed when 2 lines interest at a point is half the size of the another angle, then what are the measure each of these angles? Option A 60 degree 120 degree, B 70 degree 140 degree, C 80 degree 160 degree and D 90 degree 180 degree. ആൻസർ ഓപ്ഷൻ എ ആണ് 60 ഡിഗ്രി 120 ഡിഗ്രി, 60 ഡിഗ്രി 120 ഡിഗ്രി. 52ാമത്തെ ചോദ്യം നോക്കാം. വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? What is the area of square with all sides measuring 1.5 meter? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2 and 1/4 ചതുരശ്ര മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി 1.25 ചതുരശ്ര മീറ്റർ ആണ് തന്നിട്ടുള്ളത്. സി 3 ചതുരശ്ര മീറ്റർ, ഡി 6 ചതുരശ്ര മീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2 and 1/4 ചതുരശ്ര മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. 53ാമത്തെ ചോദ്യം, 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 9 countries participated in a cricket tournament. If each team compete with another team only once, then how many matches will be there? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 45, 36, 18, 9, 45, 36, 18 ആൻഡ് 9 ആണ്. സോ ആൻസർ വരുന്നത് 36 ആണ്. ഓപ്ഷൻ ബി 36, 36 ആണ് കറക്റ്റ് ആൻസർ. 54ാമത്തെ ക്വസ്റ്റ്യൻ, സമയം 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? The angle between the hour hand and the minute hand in degrees when a clock shows 5:15 is dash. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 60, ബി 62.5, ഓപ്ഷൻ സി 67.5, ഓപ്ഷൻ ഡി 72.5. ഇതിലെ ആൻസർ സി ആണ് 67.5. 55ാമത്തെ ചോദ്യം, 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവും 14 സെന്റിമീറ്റർ ചുറ്റളവുമുള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയുമാകാൻ സാധ്യതയുള്ളത് ഏത്? ഓപ്ഷൻ എ നീളം 4 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ, ബി നീളം 6 സെന്റിമീറ്റർ, വീതി 2 സെന്റിമീറ്റർ, സി നീളം 12 സെന്റിമീറ്റർ, വീതി 1 സെന്റിമീറ്റർ, ഡി നീളം 9 സെന്റിമീറ്റർ, വീതി 4 സെന്റിമീറ്റർ. What are the possible length and breadth of a rectangle of area 12 square perimeter 14 centimeter എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ ലെങ്ത് 4 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ, ബി ലെങ്ത് 6 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ, സി ലെങ്ത് 12 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ലെങ്ത് 9 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നീളം 4 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്ററും, ലെങ്ത് 4 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റേഴ്സ്. 56ാമത്തെ ചോദ്യം, ഫിബൊനാച്ചി ശ്രേണി, ഫിബൊനാച്ചി സീക്വൻസ് എന്നറിയപ്പെടുന്ന സംഖ്യാശ്രേണി ഏതാണ്? ഓപ്ഷൻ എ 2, 4, 6, 8, 10, ബി 1, 1, 2, 3, 5, 8, സി 1, 3, 5, 7, 9, ഡി 1, 3, 6, 19, 15, 21. Which of the following is known as Fibonacci sequence? 2, 4, 6, 8, 10. 1, 1, 2, 3, 5, 8. 1, 3, 5, 7, 9. 1, 3, 6, 19, 15, 21. ഇതിലേതാണ്? ഫിബൊനാച്ചി ശ്രേണി എന്നാൽ എന്താണ്? ഫിബൊനാച്ചി സീക്വൻസ്, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വെയർ ഈച്ച് നമ്പർ ഈസ് ദ സം ഓഫ് ദ 2 നമ്പേഴ്സ് ബിഫോർ ഇറ്റ്. അതായത് ഈ ഒരു ശ്രേണിയിൽ ഓരോ സംഖ്യയും അതിന് തൊട്ട് മുൻപുള്ള 2 സംഖ്യകളുടെ തുകയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1, 1, 2, 3, 5, 8 എന്നുള്ളതാണ് ആൻസർ. 1, 1, 2, 3, 5, 8. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ 1നോട് 1 ആണല്ലോ ഫസ്റ്റ് നമ്പർ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ആ 1നോട് നെക്സ്റ്റ് സംഖ്യ ആഡ് ചെയ്യുന്നു. 1 തന്നെ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. ഇനി 2നോട് അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ 1 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യയായ 3 കിട്ടുന്നു.
3യോട് അതിന് തൊട്ട് മുന്നേയുള്ള 2 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യയായ 5 കിട്ടുന്നു. 5നോട് തൊട്ട് മുന്നേയുള്ള 3 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യയായ 8 കിട്ടുന്നു. അങ്ങനെ ആ ഒരു സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകും. 1 1 2 3 5 8 അടുത്ത കിട്ടുന്ന ഏതാണ് 15 കിട്ടും, 13 21 34 അങ്ങനെ ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകും. 57ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തി ഗ്രാഫിൽ ചിത്രീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ക്വസ്റ്റിന് ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതെന്നാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ആഗമന രീതി, ബി നിഗമന രീതി, സി പ്രോജക്റ്റ് രീതി, ഡി പരീക്ഷണ രീതി. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഗിവൺ ബിലോ? പ്രോബ്ലം: find the average rainfall received in the last 10 years in various districts of Kerala and plot it on a graph paper. Option A inductive method, B deductive method, C project method and D experimental method. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തണമെങ്കിൽ അതായത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, കണ്ടെത്തിയാൽ മാത്രമേ അത് ഗ്രാഫിൽ ചിത്രീകരിക്കാൻ കഴിയൂ. സോ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് രീതി തന്നെ നമ്മൾ ആവിഷ്കരിക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് മെത്തേഡാണ് ആൻസർ. 58ാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 എന്ന് കിട്ടി. സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 1619, ബി 1.619, സി 16.19, ഡി 161.9. A number multiplied by 9 gives 145.71. What is the number? എ ഓപ്ഷൻ തന്നിരിക്കുന്നത് 1619, ബി തന്നിരിക്കുന്നത് 1.619, സി 16.19 ആൻഡ് ഡി തന്നിരിക്കുന്നത് 161.9 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 16.19 ആണ്. 16.19 ആണ് ഉത്തരം. 59ാമത്തെ ചോദ്യം നോക്കാം. അച്ഛൻ്റെ വയസ്സ് 50, മകൻ്റെ വയസ്സ് 18 എങ്കിൽ എത്ര വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും? ഓപ്ഷൻ എ 21, ബി 18, സി 12, ഡി 14. Father is 50 years old and his son is 18 years old. After how many years the age of father will twice the son's age? Option A 21, B 18, C 12 and D 14. ആൻസർ ഓപ്ഷൻ ഡി ആണ് 14. 14 ആണ് ആൻസർ. 60ാമത്തെ ചോദ്യം നോക്കാം. 24 കിലോഗ്രാം പഞ്ചസാര 7 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര ലഭിക്കും? If 24 kilogram of sugar was divided equally among 7 people, how many kilogram of sugar will each person get? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 3 കിലോഗ്രാമും 7ൽ 3 ഭാഗവും കൂടി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 3 ആൻഡ് 3 7 കിലോഗ്രാം കിട്ടും. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് 7 കിലോഗ്രാമും 3/4 ഭാഗവും കൂടി, അതായത് 7.25 കിലോഗ്രാം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സി തന്നിരിക്കുന്നത് 8 കിലോഗ്രാമും 7ൽ 1 ഭാഗവും കിട്ടും. ഡി തന്നിരിക്കുന്നത് 2 കിലോഗ്രാമും 7ൽ 4 ഭാഗവും മാത്രമേ കിട്ടത്തുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 ആൻഡ് 3/7 കിലോഗ്രാം കിട്ടും. എൻവയോൺമെൻ്റൽ സയൻസ്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ EVSൽ നിന്നാണ്. നോക്കിയേ, അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുടെ അനുപാതം ചിത്രീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് എയ്ഡ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഗ്രാഫിക് എയ്ഡ് ടു ഇലുസ്ട്രേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഫ്ലോ ചാർട്ട്, പൈ ചാർട്ട്, ട്രീ ചാർട്ട് ആൻഡ് സൈക്കിൾ ചാർട്ട്. ഇത് ഈസിയാണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പൈ ചാർട്ടാണ്. 62ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വായുവിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഭാരമുണ്ട്, ബി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, സി ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, ഡി ഒരു സംയുക്തമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എയർ? ഓപ്ഷൻ എ ഹാസ് വെയ്റ്റ്, ബി need space to exist, C expands when heated and D is a compound. ആൻസർ ഏതാണ്? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു സംയുക്തമാണെന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ഡി ആണേ.
63. പ്രഥമ ശുശ്രൂഷയിൽ പെടാത്തത് ഏത്? എ. രക്തം നൽകൽ, ബി. സ്പ്ലിൻറ്റിടൽ, സി. കൃത്രിമ ശ്വാസം നൽകൽ, ഡി. CPR നൽകൽ. Which among the following is not a first aid? Option A. Blood transfusion, B. Using splint, C. Give artificial respiration and D. Give CPR. പ്രഥമ ശുശ്രൂഷയിൽ പെടാത്തതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. രക്തം നൽകലാണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, രക്തം നൽകൽ. 64-ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ഗ്രഹം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകതകൾ: ഉപഗ്രഹങ്ങളില്ല, സൂര്യനോട് അടുത്ത ഗ്രഹമാണ്, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ദി പ്ലാനറ്റ് വിത്ത് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്: നോ മൂൺസ്, ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു ദ സൺ, ദി സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബുധൻ, ബി നെപ്റ്റ്യൂൺ, സി യുറാനസ് ആൻഡ് ഡി ശുക്രൻ. മെർക്കുറി, നെപ്റ്റ്യൂൺ, യുറാനസ്, വീനസ്. ആൻസർ മെർക്കുറിയാണ്. ഓപ്ഷൻ എ ബുധനാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 65. ജീവികളുടെ ചലനാവയവങ്ങളുടെ ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ പാരമീസിയം, ടെൻറ്റക്കിൾ, യുഗ്ലിന, ഫ്ലജല്ലം, അമീബ, സീലിയ ആൻഡ് ഹൈഡ്ര, കപടപാദങ്ങൾ. ചൂസ് ദ കറക്റ്റ് പെയർ ഓഫ് ലോക്കോമോട്ടർ ഓർഗൻസ് ആൻഡ് ഓർഗാനിസംസ്. ഓപ്ഷൻ എ പാരമീസിയം, ടെൻറ്റക്കിൾ, യുഗ്ലീന, ഫ്ലജല്ലം, അമീബ, സീലിയ ആൻഡ് ഹൈഡ്ര, സ്യൂഡോപോഡിയ. ഇതിൽ ശരിയായ ജോഡി സെലക്ട് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. പാരമീസിയത്തിൻ്റെത് ടെൻറ്റക്കിൾ എന്നാണ് തന്നിട്ടുള്ളത്, അല്ല സീലിയല്ലേ. യുഗ്ലീനയുടേത് ഫ്ലജല്ലം തന്നെയാണ്. അമീബയുടേത് കപടപാദങ്ങളാണ്, സ്യൂഡോപോഡിയാണ്. ഹൈഡ്രയുടേത് ടെൻറ്റക്കിളുമാണ്. സോ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ബി യുഗ്ലീന, ഫ്ലജല്ലം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 66. തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ബി ബാലഗംഗാധര തിലക്, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഉരുക്കു മനുഷ്യൻ. ഓപ്ഷൻ ഡി സരോജിനി നായിഡു, ഇന്ത്യയുടെ പൂങ്കുയിൽ. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് പെയർ? ഓപ്ഷൻ എ ഖാൻ അബ്ദുൾ, ഫ്രണ്ടിയർ ഗാന്ധി, ഗാഫർ ഖാൻ. ബി ബാലഗംഗാധര തിലക്, പഞ്ചാബ് കേസരി. സി സർദാർ വല്ലഭായ് പട്ടേൽ, ദ അയൺ മാൻ. ഡി സരോജിനി നായിഡു, ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഏതാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന് തന്നെയാണ്, ഫ്രണ്ടിയർ ഗാന്ധി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലേ. ബാലഗംഗാധര തിലക് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യനെന്നും സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കുയിലെന്നും തന്നെയാണ് അറിയപ്പെടുന്നത്. സോ തെറ്റായ ജോഡി ബാലഗംഗാധര തിലക്, പഞ്ചാബ് കേസരി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 67 നോക്കാം. ഒരു ജീവി ജീവിക്കുന്ന സ്വാഭാവികമായ ചുറ്റുപാടാണ്. ഓപ്ഷൻ എ സമുദായം, ബി സമൂഹം, സി ആവാസം, ഡി ആവാസ വ്യവസ്ഥ. നാച്ചുറൽ എൻവയോൺമെൻറ്റ് വേർ എ പർട്ടിക്കുലർ സ്പീഷീസ് ലീവ്സ് ഈസ് എ കമ്മ്യൂണിറ്റി, ബി പോപ്പുലേഷൻ, സി ഹാബിറ്റാറ്റ് ആൻഡ് ഡി എക്കോസിസ്റ്റം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻസർ എന്താണ്? സി ആണ്, ആവാസം, ഹാബിറ്റാറ്റ് ആണ് ആൻസർ. ഓക്കെ. 68-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സാധാരണ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എത്രയാണ്? pH വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH. ഓപ്ഷൻ എ 7.5 മുതൽ 8.5 വരെ. ഓപ്ഷൻ ബി 8 മുതൽ 9 വരെ. ഓപ്ഷൻ സി 5.5 മുതൽ 7 വരെ. ഓപ്ഷൻ ഡി 3 മുതൽ 5 വരെ. Which among the following pH of the soil that is generally suitable for the growth of plants? Option A 7.5 to 8.5. Option B 8 to 9. Option C 5.5 to 7. And option D 3 to 5. ആൻസർ ഓപ്ഷൻ സി ആണ്. 5.5 മുതൽ 7 വരെയാണ് സാധാരണ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 5.5 to 7. 69-ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ നാഗാലാൻഡ് അഗർത്തല, ബി ഛത്തീസ്ഗഡ് റായ്പൂർ, സി മണിപ്പൂർ റാഞ്ചി, ഡി മിസോറാം ഷില്ലോങ്. വിച്ച് ഈസ് ദ കറക്റ്റ് പെയർ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ഗിവൺ ബിലോ?
ഇവിടെ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ അഗർത്തലയാണെന്നാണ്. അല്ല, കോഹിമയാണല്ലോ. ബി ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ റായ്പൂർ തന്നെയാണ്. സോ അത് കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ റാഞ്ചിയാണെന്നാണ്. തെറ്റാണ്, ഇംഫാൽ ആണ്. ആൻഡ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഷില്ലോങ് ആണെന്നാണ്. അല്ല, ഐസ്വാൾ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഛത്തീസ്ഗഡ് റായ്പൂർ. 70ാമത്തെ ചോദ്യം നോക്കാം. പരിസര പഠന ക്ലാസ്സിൽ വസ്ത്രം എന്ന തീമുമായി ബന്ധപ്പെട്ട് വസ്ത്രത്തിൻ്റെ ചരിത്രം, വിവിധ കാലങ്ങളിൽ അനുയോജ്യമായ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ചൂട്, തണുപ്പ് എന്നിവയെ വസ്ത്രങ്ങൾ പ്രതിരോധിക്കുന്ന രീതി തുടങ്ങിയ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നുണ്ട്. പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എ പ്രക്രിയാബന്ധിത സമീപനം, ബി ശിശു കേന്ദ്രീകൃത സമീപനം, സി ഉദ്ഗ്രഥിത സമീപനം ആൻഡ് ഡി പ്രവർത്തനാധിഷ്ഠിത സമീപനം. In environmental study class, in connection with the theme clothes, concepts like the history of clothes, appropriate clothes for different periods, materials used for making clothes, and how clothes protect us from heat and cold are discussed. Which characteristic of environmental study curriculum reflected here? Option A നോക്കാം. Process oriented approach, B child centered approach, C integrated approach and D activity oriented approach. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഉദ്ഗ്രഥിത സമീപനം, ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. 71ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വ്യക്തമായ കാണ്ഡം ഇല്ലാത്ത സസ്യങ്ങൾ. ഓപ്ഷൻ എ ഈന്ത്, ബി താമര, സി ഇഞ്ചി, ഡി മോസുകൾ. Among the following, the plants without true stem is dash. ഓപ്ഷൻ എ സൈക്കാസ്, ബി ലോട്ടസ്, സി ജിഞ്ചർ ആൻഡ് ഡി മോസസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോസുകളാണ്. മോസുകൾക്കാണ് വ്യക്തമായ കാണ്ഡം ഇല്ലാത്തത്. ട്രൂ സ്റ്റെം മോസസിന് കാണുകയില്ല. 72ാമത്തെ ചോദ്യം. മരക്കരയുടെ എന്ത് സവിശേഷതയാണ് മഴവെള്ള സംഭരണിയുടെ വാട്ടർ ഫിൽറ്ററിൽ ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ സുഷിരങ്ങൾ, ബി കറുപ്പു നിറം, സി ആകൃതി, ഡി ഭാരക്കുറവ്. Which special property of charcoal is used in water filters of rainwater harvesting systems? Option A pores, B black color, C shape and D less weight. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സുഷിരങ്ങളാണ്, പോർസ്. 73ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കാർഷിക ആവശ്യത്തിനുള്ള ഏറ്റവും വലിയ ജലസംഭരണി ഏത്? ഓപ്ഷൻ എ മലമ്പുഴ, ബി പീച്ചി, സി കല്ലട ആൻഡ് ഡി പമ്പ. Of the following, the largest water reservoir for agricultural purpose is option A മലമ്പുഴ, B പീച്ചി, C കല്ലട ആൻഡ് D പമ്പ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മലമ്പുഴയാണ് കാർഷിക ആവശ്യത്തിനുള്ള ഏറ്റവും വലിയ ജലസംഭരണി. 74ാമത്തെ ചോദ്യം. പ്രൈമറി ക്ലാസ്സുകളിൽ നിരന്തര വിലയിരുത്തലിന് ഉപയോഗപ്പെടുത്തുന്ന 5 പോയിന്റ് ഗ്രേഡിങ്ങിൻ്റെ ശരിയായ ഗ്രേഡ് പോയിന്റ് ശതമാനം ഏത്? ഇൻ പ്രൈമറി ക്ലാസ്സസ്, what is the correct grade point percentage for the 5 point grading system used in continuous assessment? ഓപ്ഷൻ എ 80 മുതൽ 100 വരെ എ, 60 മുതൽ 79 വരെ ബി, 40 മുതൽ 59 വരെ സി, 20 മുതൽ 39 വരെ ഡി. 20ൽ താഴെ ഇ. ബി ഓപ്ഷൻ തന്നിരിക്കുന്നത് 90 to 100 എ, 70 to 89 ബി, 50 to 69 സി, 30 to 49 ഡി, 30ൽ താഴെ ഇ. സി ഓപ്ഷൻ നോക്കാം. 70 to 100 എ ഗ്രേഡും 50 to 69 ബി ഗ്രേഡും 30 to 49 സി ഗ്രേഡും 10 to 29 ഡി ഗ്രേഡും 10ൽ താഴെ ലഭിച്ചാൽ ഇ ഗ്രേഡും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി 75 to 100 എ ഗ്രേഡാണ്, 60 to 74 ബിയും 45 to 59 സി ഗ്രേഡും 33 to 44 ഡി ഗ്രേഡും 33ൽ താഴെ മാർക്സ് കിട്ടിയാൽ അത് ഇ ഗ്രേഡുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് 75 to 100 എ ഗ്രേഡായിട്ടും 60 to 74 ബി ഗ്രേഡായിട്ടും 45 to 59 സി ഗ്രേഡായിട്ടും 33 to 44 ഡി ഗ്രേഡായിട്ടും 33ൽ താഴെ ഇ ഗ്രേഡായിട്ടുമാണ് കണക്കാക്കുന്നത്. 75ാമത്തെ ചോദ്യം. ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? എ സൂര്യപ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു, ബി ഭൂമി ഒരു അർദ്ധധാര്യ വസ്തുവാണ്,
ഓപ്ഷൻ സി സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും എതിർഭാഗത്ത് രാത്രിയും ഉണ്ടാകുന്നു. ഡി ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഒക്യുറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത്? ഓപ്ഷൻ എ സൺലൈറ്റ് ട്രാവൽസ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ. ബി എർത്ത് ഈസ് എ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജെക്റ്റ്. സി ഇറ്റ് വിൽ ബി ഡേ ഓൺ ദ സൈഡ് ദാറ്റ് ഫേസസ് ദ സൺ ആൻഡ് നൈറ്റ് ഓൺ ദ അതർ സൈഡ്. ആൻഡ് ഓപ്ഷൻ ഡി ദ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഇതിൻ്റെ ആൻസർ ബി ആണ്. ബി പറഞ്ഞിരിക്കുന്നത് ഭൂമി ഒരു അർദ്ധധാര്യ വസ്തുവാണെന്നാണ്. ഭൂമി ശരിക്കും ഒരു അർദ്ധധാര്യ വസ്തുവാണോ? അല്ല. എർത്ത് ഈസ് ആൻ ഒബേക്ക് ഒബ്ജെക്റ്റ്, നോട്ട് ട്രാൻസ്ലൂസൻറ്റ്. ഇറ്റ് ഡസ് നോട്ട് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. സോ ഭൂമി ഒരു അർദ്ധധാര്യ വസ്തുവാണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. 76-ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്രാശയങ്ങളുടെ ഉദാഹരണങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരീക്ഷിക്കുക. വീട്ടിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ആശയങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കൽ. ആഹാരം, ആരോഗ്യം എന്നിവയിൽ ശാസ്ത്രീയമായ ജീവിതശൈലി പിന്തുടരുന്നു. ഓപ്ഷൻ എ പ്രക്രിയാശേഷി മേഖല. ബി സർഗാത്മക മേഖല. സി മനോഭാവ മേഖല. ആൻഡ് ഡി പ്രയോഗ മേഖല. The statements below are related to which of the domain of science education? Observe examples of science concepts in day-to-day life. Understand the scientific principles related to the working of household appliances. Following the scientific lifestyle in food and health. Option A process skill domain. B creativity domain. C attitudinal domain and D application domain. ആൻസർ ഡി ആണ്. പ്രയോഗ മേഖലയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആപ്ലിക്കേഷൻ ഡൊമെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 77 നോക്കാം. ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതൽ കാണുന്ന മൂലകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ കാൽസ്യം, മഗ്നീഷ്യം. ബി ഇരുമ്പ്, അലൂമിനിയം. സി നൈട്രജൻ, ഫോസ്ഫറസ്. ഡി പൊട്ടാസ്യം, ക്ലോറിൻ. Elements that are more abundant in laterite soil. Option A calcium and magnesium. B iron, aluminium. C nitrogen, phosphorus. And D potassium, chlorine. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇരുമ്പും അലൂമിനിയവുമാണ് ലാറ്ററൈറ്റ് മണ്ണിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ. അയൺ ആൻഡ് അലൂമിനിയം. 78-ാമത്തെ ചോദ്യം. 3-ാം ക്ലാസ്സിലെ പരിസര പഠന ക്ലാസ്സിൽ ഒരു ചെടിയുടെ വേരാണോ തണ്ടാണോ പ്രധാനം എന്ന പ്രശ്നം അനുഭവപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന തന്ത്രങ്ങൾ. ഓപ്ഷൻ എ അഭിമുഖം, സംവാദം. ബി ഗ്രൂപ്പ് ചർച്ച, സംവാദം. സി ലഘു പരീക്ഷണം, സംവാദം. ഡി ക്വിസ്, സംവാദം. In Standard 3 Environmental Study class, if students experience a problem, whether root or stem of a plant is important, what are the most appropriate learning strategies to resolve it? Option A interview, debate. B group discussion, debate. C simple experiment, debate. D quiz, debate. ആൻസർ ഓപ്ഷൻ സി ആണ്. ലഘു പരീക്ഷണവും സംവാദവും. സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഡിബേറ്റ്. 79-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈറസ് മൂലമുണ്ടാകുന്ന രോഗം. എ ടൈഫോയിഡ്. ബി വട്ടച്ചൊറി. സി ക്ഷയം. ഡി ഡെങ്കിപ്പനി. ഡിസീസ് കോസ്ഡ് ബൈ വൈറസ്. ടൈഫോയിഡ്, റിംഗ് വേം, ട്യൂബർകുലോസിസ് ആൻഡ് ഡെങ്കു ഫീവർ. ആൻസർ ഡി ആണ്. ഡെങ്കിപ്പനിയാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്. ഡെങ്കു ഫീവർ. 80-ാമത്തെ ചോദ്യം. ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്ന പ്രക്രിയ ഏതാണെന്നാണ്. എ റീസൈക്കിൾ. B repair. C rot and D reuse. The process which help to composting bio waste is recycle, repair, rot and reuse. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, റോട്ട്. 81-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഉഭയജീവി ഏതെന്നാണ്? ഓപ്ഷൻ എ സാലമാൻഡർ. ബി മുതല. സി ആമ. ഡി മണ്ണിര. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ആൻ ആംഫിബിയൻ? സാലമാൻഡർ, ക്രോക്കഡൈൽ, ടോട്ടോയിസ് ആൻഡ് എർത്ത് വേം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സാലമാൻഡർ. 82-ാമത്തെ ചോദ്യം. ടീച്ചിങ് മാനുവലിലെ പ്രതിഫലനാത്മക കുറിപ്പ് എന്തിനെയെല്ലാം വിലയിരുത്തുന്നു? ഓപ്ഷൻ എ ടീച്ചർ. ഓപ്ഷൻ ബി ടീച്ചർ പഠിതാവ്. ഓപ്ഷൻ സി ടീച്ചർ പഠിതാവ് പഠനതന്ത്രങ്ങൾ. ഓപ്ഷൻ ഡി പഠിതാവ്. ദ റിഫ്ലക്റ്റീവ് നോട്ട് ഇൻ ദ ടീച്ചിങ് മാനുവൽ ഇൻക്ലൂഡ്സ് എ ടീച്ചർ.
ബി ടീച്ചർ ലേണർ, സി ടീച്ചർ ലേണർ ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഡി ലേണർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. നമുക്കറിയാം ടീച്ചർ, പഠിതാവ്, പഠന തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ഒരു വിലയിരുത്തലാണ് ടീച്ചിങ് മാനുവലിലെ പ്രതിഫലനാത്മക കുറിപ്പ്. ഓപ്ഷൻ സി ടീച്ചർ ലേണർ ലേണിംഗ് സ്ട്രാറ്റജീസ്. 83ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് പരികൽപ്പന? ഓപ്ഷൻ എ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനം, ബി ദത്തങ്ങൾ വ്യാഖ്യാനിച്ച് എത്തിച്ചേരുന്ന നിഗമനം, സി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട നിഗമനം, ഡി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട നിഗമനം. വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? ഓപ്ഷൻ എ പ്രൈമറി ഇൻഫറൻസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീ റിക്വസിറ്റ്സ്, ബി കൺക്ലൂഷൻ ഡ്രോൺ ആഫ്റ്റർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ, സി പ്രോവൺ ഇൻഫറൻസ് ആൻഡ് ഡി ഡിസ്പ്രോവൺ ഇൻഫറൻസ്. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനമാണ് പരികൽപ്പന എന്ന് പറഞ്ഞാൽ. ആൻസർ എ പ്രൈമറി ഇൻഫറൻസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീ റിക്വസിറ്റ്സ്. 84ാമത്തെ ചോദ്യം. ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട PBRൻ്റെ പൂർണ്ണ രൂപം. എ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, ബി പഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, സി പ്രിൻസിപ്പൽ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, ഡി പബ്ലിക് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ദ ഫുൾ ഫോം ഓഫ് PBR റിലേറ്റഡ് വിത്ത് ബയോഡൈവേഴ്സിറ്റി. ആൻസർ എ ആണ്, പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. 85ാമത്തെ ചോദ്യം നോക്കാം. പോളികൾച്ചർ എന്നാൽ എന്ത്? ഓപ്ഷൻ എ ഒരു സ്ഥലത്ത് വ്യത്യസ്ത വളങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കൃഷിരീതി, ബി ഒരു സ്ഥലത്ത് ഒരേ സമയം ഒരു വിള മാത്രം കൃഷി ചെയ്യുന്ന രീതി, സി ഒരേ സമയം ഒരു സ്ഥലത്ത് പലതരം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതി, ഡി ഒരു സ്ഥലത്ത് ഒരേ തരം വളം മാത്രം ഉപയോഗപ്പെടുത്തുന്ന കൃഷിരീതി. വാട്ട് ഈസ് പോളികൾച്ചർ? ഓപ്ഷൻ എ ഫാമിംഗ് മെത്തേഡ് ദാറ്റ് യൂസസ് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ആൻ ഏരിയ. ഓപ്ഷൻ ബി ദ പ്രാക്ടീസ് ഓഫ് കൾട്ടിവേറ്റിംഗ് എ സിംഗിൾ ക്രോപ്പ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ അറ്റ് എ ടൈം, സി the practice of cultivating more than one crops together in the same area at a time, D a farming method that uses only one type of fertilizer in one area. ആൻസർ സി ആണ്. ഒരേ സമയം ഒരേ സ്ഥലത്ത് പലതരം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ പോളികൾച്ചർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ദി പ്രാക്ടീസ് ഓഫ് കൾട്ടിവേറ്റിംഗ് മോർ ദാൻ വൺ ക്രോപ്സ് ടുഗദർ ഇൻ ദ സെയിം ഏരിയ അറ്റ് എ ടൈം. 86ാമത്തെ ചോദ്യം നോക്കാം. പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്ന ആശയം മുന്നോട്ട് വെച്ച എഴുത്തുകാരൻ. ഓപ്ഷൻ എ സ്റ്റീഫൻ ഹോക്കിങ്സ്, ബി റിച്ചാർഡ് ലോവ്, സി ഗാന്ധിജി, ഡി രവീന്ദ്രനാഥ ടാഗോർ. ദ റൈറ്റർ ഹു പ്രപ്പോസ്ഡ് ദ കൺസെപ്റ്റ് നേച്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ എമംഗ് ചിൽഡ്രൻ. ആൻസർ ബി ആണ്, റിച്ചാർഡ് ലോവ് ആണ്. 87ാമത്തെ ചോദ്യം. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളുടെ ശരിയായ കൂട്ടം. ദ കറക്റ്റ് സെറ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഓപ്ഷൻ എ മീഥെയ്ൻ, ആർഗൺ, ഓക്സിജൻ. ഓപ്ഷൻ ബി ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ, നീരാവി. ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്. ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് എന്ന ഈ കറക്റ്റ് സെറ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. ഹരിതഗൃഹ വാതകങ്ങളുടെ ശരിയായ കൂട്ടം ഇതാണ്. ഓക്കെ, നമുക്കിനി 88ാമത്തെ ചോദ്യം നോക്കാം. സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലുമായി ബന്ധമില്ലാത്ത നൈപുണി. ഓപ്ഷൻ എ ആശയവിനിമയ ശേഷി, ബി തീരുമാനമെടുക്കൽ, സി ദത്തങ്ങൾ വ്യാഖ്യാനിക്കൽ, ഡി സർഗാത്മക ശേഷി. ദ സ്കിൽ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ അസസ്മെൻറ്റ് ഓഫ് സോഷ്യോ ഇമോഷണൽ ഏരിയ. ഓപ്ഷൻ എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബി ഡിസിഷൻ മേക്കിംഗ്, സി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഡി ക്രിയേറ്റീവ് തിങ്കിങ് സ്കിൽസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ദത്തങ്ങൾ വ്യാഖ്യാനിക്കൽ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. 89ാമത്തെ ചോദ്യം. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് സേവനം ലഭിക്കാൻ ഉപയോഗിക്കേണ്ട ഫോൺ നമ്പർ ഏതെന്നാണ്. ഓപ്ഷൻ എ 101, ബി 100, സി 1098, ഡി 102. ഫോൺ നമ്പർ യൂസ്ഡ് ടു കോൾ ആൻ ആംബുലൻസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 102 ആണ്, 102. നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 90. താഴെ പറയുന്നവയിൽ അന്നജം കൂടുതൽ അടങ്ങിയ വിള.
ഓപ്ഷൻ എ ചേമ്പ്, ബി പയർ, സി ചീര, ഡി വെണ്ട. ഓഫ് ദ ഫോളോവിങ് ക്രോപ്പ് ദാറ്റ് ഹാസ് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് സ്റ്റാർച്ച്. ഓപ്ഷൻ എ കൊളോക്കാസിയ, ബി പീ, സി സ്പിനാച്ച് ആൻഡ് ഡി ഓക്ര. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ചേമ്പിലാണ് ഏറ്റവും കൂടുതൽ അന്നജം അടങ്ങിയിട്ടുള്ളത്. ഓപ്ഷൻ എ കൊളോക്കാസിയ. മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ പോസ്റ്റർ തയ്യാറാക്കൽ, ബി കവിതകൾ കണ്ടെത്തൽ, സി നാടകരചനയും അവതരണവും, ഡി സംവാദങ്ങളിൽ ഏർപ്പെടൽ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കവിതകൾ കണ്ടെത്തലാണ് സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 92 നോക്കാം. ഭാഷയെ വാചിക ചേഷ്ട, അതായത് വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ബി വൈഗോട്സ്കി, സി ബി എഫ് സ്കിന്നർ, ഡി ബെഞ്ചമിൻ ബ്ലൂം. ആൻസർ 92ൻ്റെ സി ആണ്, ബി എഫ് സ്കിന്നർ. 93ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ വ്യാക്ഷേപക ശബ്ദമില്ലാത്ത വാക്യമേത്? എ അതെ വായനയ്ക്ക് അവധിയില്ല, ബി അയ്യോ ഞാനൊരിക്കലും കളവ് പറയില്ല, സി ഛീ വക്രബുദ്ധി തുടരുന്നത് രാമനോടോ, ഡി ഹാ പുഷ്പമേ നിനക്കെന്തു ഭംഗി. ഏതാണ് ആൻസർ? എന്താണ് വ്യാക്ഷേപക ശബ്ദങ്ങൾ? പെട്ടെന്നുണ്ടാകുന്ന സന്തോഷം, ദുഃഖം, ഇനി അതുമല്ലെങ്കിൽ അത്ഭുതം തുടങ്ങിയ വികാരങ്ങളെയൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങളെയാണ് നമ്മൾ വ്യാക്ഷേപക ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അത് ഇല്ലാത്ത വാക്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എ ആണ്. അതെ വായനയ്ക്ക് അവധിയില്ല എന്നുള്ളതാണ് ആൻസർ. വ്യാക്ഷേപക ശബ്ദമില്ലാത്ത വാക്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബിയിലും സിയിലും ഡിയിലും വ്യാക്ഷേപക ശബ്ദങ്ങളായ അയ്യോ, ഛീ, ഹാ എന്നൊക്കെയുള്ള വേർഡ്സ് ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ 3ലും വ്യാക്ഷേപ ശബ്ദങ്ങളുണ്ട്, എയിൽ ഇല്ല. 94ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ ശരിയായ പദജോഡി ഏത്? ഓപ്ഷൻ എ ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു, ബി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഉൽപ്പതിഷ്ണു, സി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പഠിഷു, ഡി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപഠിഷു എന്ന് അറിയപ്പെടുന്നത്. 95ാമത്തെ ചോദ്യം. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഏതു കവിതയിലുള്ളതാണ്? എ മകരക്കൊയ്ത്ത്, ബി കണ്ണീർപ്പാടം, സി കന്നിക്കൊയ്ത്ത്, ഡി യുഗപരിവർത്തനം. ആൻസർ ഓപ്ഷൻ സി ആണ്. കന്നിക്കൊയ്ത്തിലെ വരികളാണിവ. 96ാമത്തെ ചോദ്യം. ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ തിരനോട്ടം, ബി തിരുപ്പുറപ്പാട്, സി തിര നീക്കിയാട്ടം, ഡി ചൊല്ലിയാടുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. തിരുപ്പുറപ്പാട്. 97ാമത്തെ ചോദ്യം. സഹവർത്തിത പഠന രീതിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എ വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു, ബി ആവർത്തനത്തിനും ഒരുമിച്ച് പറയുന്നതിനും ഊന്നൽ നൽകുന്നു, സി പഠന ലക്ഷ്യവും പഠന ചുമതലകളും അധ്യാപിക സ്വയം തീരുമാനിക്കുന്നു, ഡി പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നതാണ് സഹവർത്തിത പഠന രീതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. 98ാമത്തെ ചോദ്യം നോക്കാം. ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പീരിയഡുകളിലായി പഠിപ്പിക്കുന്ന ഉദ്ഗ്രഥന രീതി ഏതാണ്? ഓപ്ഷൻ എ സംയോജനം, ബി വിഷയാതീത ഉദ്ഗ്രഥനം, സി അന്തർവിഷയാത്മകം, ഡി ബഹുവിഷയാത്മകം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബഹുവിഷയാത്മകമാണ്. 99ാമത്തെ ചോദ്യം. ഭാഷാ സമഗ്രതാ ദർശനത്തിന് യോജിച്ച പഠനബോധന സമീപനം ഏതാണ്? ഓപ്ഷൻ എ ഉരുവിട്ട് പഠിക്കുന്നതിന് അവസരമൊരുക്കുക, ബി ടീച്ചറുടെ ബോധനത്തിന് പ്രാധാന്യം നൽകുക, സി സ്വയം പഠനത്തിന് വഴിയൊരുക്കുക, ഡി ആശയങ്ങൾ ആവർത്തിച്ച് എഴുതുന്നതിന് അവസരം നൽകുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്വയം പഠനത്തിന് വഴിയൊരുക്കുക എന്നതാണ് ഭാഷാ സമഗ്രതാ ദർശനത്തിന് യോജിച്ച പഠനബോധന സമീപനം. ഓക്കെ. 100ാമത്തെ ചോദ്യം നോക്കാം.
താഴെ കൊടുത്തവയിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത പദം ഏത്? ഓപ്ഷൻ എ മോക്ഷാർത്ഥി, ബി നാശനഷ്ടങ്ങൾ, സി നീലാകാശം, ഡി കലാമർമ്മം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കലാമർമ്മം. 101ാമത്തെ ചോദ്യം, ഭേദകാനുപ്രയോഗത്തിന് ഉദാഹരണമായത് ഏത്? ഓപ്ഷൻ എ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബി ചെയ്തു കൊള്ളാം, സി പറഞ്ഞുകൂടാ, ഡി വരുമായിരുന്നു. ബി ആണ് കറക്റ്റ് ആൻസർ, ചെയ്തു കൊള്ളാം. 102ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവ വിട്ടുപോവുക, ബി സംഖ്യാബോധം, സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാകാതിരിക്കുക, സി അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതിരിക്കുക, ഡി ഇല്ലാത്ത വാക്കുകൾ വായിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സംഖ്യാബോധം, സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത്. മറ്റു 3 ഓപ്ഷൻസ് തന്നിരിക്കുന്നതും ഡിസ്ലെക്സിയയുടെ സിംറ്റംസ് തന്നെയാണ്, ലക്ഷണങ്ങളാണ്. 103ാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ എസ്.കെ. വസന്തൻ, ബി എൻ.എസ്. മാധവൻ, സി എം.കെ. സാനു, ഡി ഡോക്ടർ എം. ലീലാവതി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, എൻ.എസ്. മാധവൻ. അദ്ദേഹത്തിനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 104ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ാമത്തെ പ്രസ്താവന നോക്കാം. പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ പ്രസ്താവനയിൽ മൂല്യനിർണ്ണയ മേഖലയിൽ അനുരൂപീകരണം ആവശ്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി ആൻസറിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് പ്രസ്താവന 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി പ്രസ്താവന 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ഡി പ്രസ്താവന 1ഉം 2ഉം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രസ്താവന 1 മാത്രം ശരിയാണ്. അതായത് പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം, അതാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച ശരിയായ പ്രസ്താവന. 105ാമത്തെ ചോദ്യം, ലോകമേ തറവാടു തനിക്കീ ചെടികളും പുൽക്കളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ഈ വരികളിലെ താളത്തിന് സമാനമായ വരികൾ ഏത്? ഓപ്ഷൻ എ നിഴൽ അതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം. ഓപ്ഷൻ ബി ഹ സുഖങ്ങൾ വെറും ജാലം ആരറിവു നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണു പോവതും. ഓപ്ഷൻ ബി മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി. ഡി ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്ത വേണ്ടുന്നതും. ആൻസർ ഓപ്ഷൻ സി ആണ്, മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ നദിയുടെ പേരു ഞാൻ മറന്നുപോയി. 106ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ ശരിയായി ചേർത്തെഴുതിയത് ഏത്? ഓപ്ഷൻ എ തിരുമുൽ കാഴ്ച, തിരുമുൽ പ്ലസ് കാഴ്ച, ബി കന്മദം, കൺ അധികം മദം, സി നെന്മണി, നെല്ല് അധികം മണി, ഡി വിണ്ടലം, വിൺ അധികം തലം. ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിണ്ടലം എന്നുള്ളത് വിൺ അധികം തലം. 107ാമത്തെ ചോദ്യം, വറുക്കും മുമ്പേ കൊറിക്കാൻ മോഹം എന്ന പഴഞ്ചൊല്ല് ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഉത്സാഹശീലം, ബി അധ്വാനിക്കാനുള്ള മടി, സി ക്ഷമയില്ലായ്മ, ഡി കാര്യപ്രാപ്തി. ഇത് ഈസിയാണല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ഷമയില്ലായ്മയെ കാണിക്കാനാണ് വറുക്കും മുമ്പേ കൊറിക്കാൻ മോഹം എന്ന ചൊല്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. 108ാമത്തെ ചോദ്യം, മൂല്യനിർണ്ണയ ചോദ്യത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണമേതാണ്? ഓപ്ഷൻ എ പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നത്, ബി യാന്ത്രികമായ കാണാപാഠം പഠിപ്പിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, സി ഉയർന്ന നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നത്, ഡി പാഠപുസ്തകത്തിലെ ആശയമേഖലയുമായി മാത്രം ബന്ധമുള്ളത്. മൂല്യനിർണ്ണയ ചോദ്യത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഗുണമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ എ തന്നെയാണ്, പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നതായിരിക്കണം. ഓക്കെ. 109ാമത്തെ ചോദ്യം, ഒരു നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആകർഷകമായി രൂപകൽപ്പന ചെയ്തതായിരിക്കണം, ബി അറിവ് ആർജിക്കുന്നതിന് സഹായകമാവണം, സി പഠിതാവിൻ്റെ പ്രായത്തിനും അഭിരുചിക്കും അനുഗുണമാവണം, ഡി അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാവണം.
പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അധ്യാപകരുടെ അഭിരുചികൾക്ക് പ്രാധാന്യമുള്ളതാവണം എന്നുള്ളതാണ് വരുന്നത്. 110ാമത്തെ ചോദ്യം, യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുമ്പോൾ പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്തിനാണ്? ഓപ്ഷൻ എ നോക്കാം, പഠന സാമഗ്രികളുടെ ഉപയോഗത്തിന്, ബി പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിന്, സി നിരന്തര മൂല്യനിർണ്ണയത്തിന്, ഡി ആശയ സ്വാംശീകരണത്തിന്. പഠന നേട്ടങ്ങൾ ആർജിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ഗദ്യഭാഗം വായിച്ച് 111 മുതൽ 115 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. സന്മാർഗ പഠനത്തെക്കുറിച്ച് ടാഗോർ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് വെച്ചു പുലർത്തിയിരുന്നത്. സന്മാർഗ പഠനം കുട്ടിയുടെ മേലുള്ള അടിച്ചേൽപ്പിക്കൽ ആവരുതെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. അത് ജീവവായു പോലെ അറിയാതെ അനുഭവിച്ച് ഉൾക്കൊള്ളേണ്ടതാണ്. ആന്തരികമായ സ്വാതന്ത്ര്യം വ്യക്തിക്കു ലഭിക്കണമെന്നാണ് ടാഗോർ ആഗ്രഹിച്ചത്. എല്ലാവിധ അടിമത്തത്തിൽ നിന്നുമുള്ള മോചനമാണത്. പുസ്തകജ്ഞാനത്തിൽ നിന്നുള്ള ധിക്ഷണയുടെ മോചനം ഇതിൽ പ്രധാനമാണ്. നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ദോഷങ്ങൾ ടാഗോർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃത്രിമവും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായ വിദ്യാഭ്യാസമല്ല വേണ്ടത്. ഇത്തരം രീതി സ്വീകരിച്ചതിനാൽ സമൂഹത്തിനും അഭ്യസ്ത വിദ്യർക്കുമിടയിൽ അതിരുകൾ ഉണ്ടായിരിക്കുന്നു. പാശ്ചാത്യ ആശയങ്ങളെ അന്ധമായി അനുകരിക്കുന്നതിനെ അദ്ദേഹം നിരാകരിക്കുന്നു. യാഥാർത്ഥ്യബോധമില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം സാധാരണ ജനങ്ങളിൽ പലതരം ദൈക്ഷണിക സത്യസന്ധതയില്ലായ്മയും, അതായത് ഇൻ്റലക്ച്വൽ ഡിസ്ഹോണസ്റ്റി എന്ന് നമുക്ക് പറയാം, ധാർമ്മിക കാപട്യങ്ങളും മോറൽ ഹിപ്പോക്രസിയും, സ്വന്തം രാജ്യത്തെയും സമൂഹത്തെയും സംബന്ധിച്ച് പരിതാപകരമായ രീതിയിലുള്ള അവജ്ഞയും ഉണ്ടാക്കും. ജീവിതവും വിദ്യാഭ്യാസവും തമ്മിൽ വർദ്ധിച്ച സമരസപ്പെടുത്തൽ ഉണ്ടാവണമെന്ന് ടാഗോർ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസത്തിന് വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ പാടില്ലെന്ന് ടാഗോർ അഭിപ്രായപ്പെടുന്നു. 2 ലക്ഷ്യങ്ങൾക്കും മതിയായ പ്രാധാന്യം നൽകണം. ഇതാണ് ഈ ഗദ്യഭാഗത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, 111ാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെക്കുറിച്ച് ടാഗോറിൻ്റെ കാഴ്ചപ്പാട് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ, ജീവിതവും വിദ്യാഭ്യാസവും തമ്മിൽ സമരസപ്പെടുന്നതാകരുത്. ബി, ദൈക്ഷണിക സത്യസന്ധതയ്ക്ക് മാത്രം പ്രാധാന്യം നൽകണം. സി, വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട്. ഡി, സ്വന്തം രാജ്യത്തെക്കുറിച്ച് ആരാധന വളർത്തുന്നതാകണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വ്യക്തിപരവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾ ഉണ്ട്. 112ാമത്തെ ചോദ്യം, ഈ ഖണ്ഡികയിൽ ജീവവായു എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ജീവൻ നിലനിൽക്കുന്നത് ശ്വസിക്കുന്നത് കൊണ്ടാണ്. ബി, ഭാഷ വ്യക്തിയുടെ ജീവനാണ്. സി, ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം. ഡി, സന്മാർഗ പഠനം ജീവിതം തന്നെയാണ്. ഇവിടെ ജീവവായു എന്ന പ്രയോഗം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശ്വസനം പോലെ അനൈച്ഛിക പ്രവർത്തനമാവണം എന്നുള്ളത്. 113ാമത്തെ ചോദ്യം നോക്കാം. വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനുമിടയിൽ അതിരുകൾ ഉണ്ടായതിന് കാരണമെന്താണ്? ഓപ്ഷൻ എ, സമൂഹത്തിൽ അടിമത്തം നിലനിൽക്കുന്നതിനാൽ. ബി, വിദ്യാഭ്യാസ രീതി കൃത്രിമമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായതിനാൽ. സി, സമൂഹത്തിൽ അഭ്യസ്ത വിദ്യരായവർക്ക് പരിഗണന കിട്ടാത്തതിനാൽ. ഡി, നീതിപൂർണവും വിമോചനാത്മകവുമായ വിദ്യാഭ്യാസ സംവിധാനം നിലവിലുള്ളതുകൊണ്ട്. ആൻസർ ബി ആണ്. വിദ്യാഭ്യാസ രീതി കൃത്രിമമായും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായതിനാലാണ് വിദ്യാഭ്യാസം നേടിയവർക്കും സമൂഹത്തിനും ഇടയിൽ അതിരുകൾ ഉണ്ടായതിൻ്റെ കാരണമെന്നാണ് ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 114ാമത്തെ ചോദ്യം നോക്കാം. ഈ ഖണ്ഡികയിലെ ആശയങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ, സന്മാർഗ പഠനത്തിന് പാശ്ചാത്യ മാതൃക അനുകരിക്കണം. ബി, വൈദേശികമായ സന്മാർഗിക പഠന രീതികളെ അന്ധമായി പിന്തുടരരുത്. സി, വ്യക്തിക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം ലഭിക്കണം. ഡി, ദൈക്ഷണിക സത്യസന്ധതയില്ലായ്മ വളരുന്നത് വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പം കൊണ്ടാണ്. ആൻസർ എ ആണല്ലേ. സന്മാർഗ പഠനത്തിന് പാശ്ചാത്യ മാതൃക അനുകരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഖണ്ഡികയിലെ ആശയങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണേ. 115ാമത്തെ ചോദ്യം, സന്മാർഗ പഠനത്തെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ അഭിപ്രായം എന്ത്? എ, സ്വാഭാവികമായി അനുഭവിച്ചറിയണം. ബി, ബോധപൂർവം അഭ്യസിപ്പിക്കണം. സി, മികച്ച ഗുണപാഠ കഥകളിലൂടെ പഠിക്കണം.
ഡി മാതൃകകളുടെ അനുകരണം വഴി അഭ്യസിക്കണം. ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആൻസർ. സ്വാഭാവികമായി അനുഭവിച്ചറിയണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള കവിത വായിച്ച് 116 മുതൽ 120 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കവിത നമുക്ക് വായിച്ചു നോക്കാം. ഇന്നലത്തെ ഇരപ്പാളികളല്ല നാം ഇന്നു ശമത്താൽ പൊരും പടയാളികൾ, പൊക്കിപ്പിടിച്ചു കഴിഞ്ഞു നാം സ്വാതന്ത്ര്യ പുഷ്കരത്തോളം സ്വരാജ്യ പതാകയെ, ഇക്കൈകളറ്റു വീണാലും ഇങ്ങിതു നിൽക്കണമെള്ളിട താഴാതനാരതം, വങ്കൊടി കൂറയ്ക്കൊരംഗമാം ചക്രമേ നിങ്കൂട്ടർ നീട്ടിയ വെൺപഞ്ഞി നൂലുകൾ, നീരറ്റ തൊണ്ടകൾക്കെല്ലാം നറും ക്ഷീര ധാരകളാകേഴു ലക്ഷമൂരിങ്കലും, സത്വഗുണത്താൽ പുലർത്തുക വെണ്മയെ ധാനുകമ്പയാൽ പച്ച നിറത്തെയും, ഇന്ത്യക്കൊടിതൻ തുടുപ്പിനോ തൂകാവു നിസ്തർക്കമായി നാം സ്വജീവ രക്തത്തെയും, നേരെ മറിച്ചു പരപ്രാണവായുവാൽ പാറിച്ചിടാ നമ്മൾ വെട്ടിക്കൊടികളെ, വൈരമില്ലുണ്ടയായി സ്നേഹമാണിന്ത്യതൻ പീരങ്കിയിൽ നിറപ്പിപ്പതസ്മത് ഗുരു. നമുക്കിനി 116 ചോദ്യം നോക്കാം. നാം വിജയക്കൊടി ഉയർത്തേണ്ടത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ, ബി അന്യരുടെ ജീവരക്തം കൊണ്ട്, സി അടിമകളായി യാചിച്ചുകൊണ്ട്, ഡി രക്തരൂക്ഷിതമായ സമരത്തിലൂടെ. ഓപ്ഷൻ എ അല്ലേ ആൻസർ. അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ നാം വിജയക്കൊടി ഉയർത്തണമെന്നാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 117 ചോദ്യം. അനാരതം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ എല്ലായ്പ്പോഴും, ബി പ്രയാസമില്ലാതെ, സി ആഹ്ലാദത്തോടെ, ഡി വിശ്രമമില്ലാതെ. എ ആണ് കറക്റ്റ് ആൻസർ. അനാരതം എന്നാൽ എല്ലായ്പ്പോഴും എന്നാണ്. 118 ചോദ്യം. സ്വരാജ്യ പതാകയിലെ പച്ചനിറമായി മാറേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സത്വഗുണം, ബി അനുകമ്പ, സി അഹിംസ, ഡി വിജയം. അനുകമ്പയാൽ പച്ച നിറത്തെയും എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അനുകമ്പ. 119 ചോദ്യം. ഇന്ത്യയുടെ പീരങ്കിയിൽ നിറയ്ക്കുന്ന ഉണ്ട ഏതാവണമെന്നാണ് കവി പറയുന്നത്. ഓപ്ഷൻ എ വൈരം, ബി സ്നേഹം, സി ജീവരക്തം, ഡി പ്രാണവായു. സ്നേഹമാണ് ഇന്ത്യ തൻ പീരങ്കിയിൽ നിറപ്പതെന്നാണ് കവിതയിലെ വരികളിൽ പറയുന്നത്. സോ ആൻസർ ബി ആണ് സ്നേഹം. അവസാനത്തെ ചോദ്യം നോക്കാം. 120 ചോദ്യം. ചർക്കയിലെ നൂലുകൾ എന്തായി തീരണമെന്നാണ് കവി പറയുന്നത്. ഓപ്ഷൻ എ ദരിദ്രരായ ജനതയ്ക്ക് ക്ഷീരധാരയാകണം, ബി കൊടികൾക്ക് അടയാളമായി തീരണം, സി സത്വഗുണത്താൽ സുന്ദരമായ വെൺപഞ്ഞി നൂലാവണം, ഡി സ്വജീവ രക്തമായി മാറണം. ആൻസർ സി ആണ്, സത്വഗുണത്താൽ സുന്ദരമായ വെൺപഞ്ഞി നൂലാവണം. ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണേ. Questions 121 to 126. Read the following passage and answer the questions that follow. ഇവിടെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് 121 മുതൽ 126 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. On a sunny spring morning, Emily walked through the small park near her house, enjoying the vibrant colors of blooming flowers and the cheerful chirping of birds. She paused by a pond, watching ducks glide peacefully across the water. As she sat on a bench, she noticed an older woman nearby struggling to carry heavy bags of groceries. Without hesitation, Emily got up and offered her help. The woman, grateful for her kindness, shared stories of her youth with Emily as they walked together. Okay, ഇനി 121 ക്വസ്റ്റ്യൻ നോക്കാം. Which word best describes Emily's attitude in the passage? A. Helpful, B. Reserved, C. Impatient and D. Curious. Answer A ആണ് helpful. Question number 122. What did the older woman do after Emily helped her with the bags? Option A. She declined Emily's help. B. She walked away quietly. C. She shared stories from her youth. And D. She gave Emily a flower. Option C ആണ് correct answer. She shared stories from her youth. Question number 123. Why did Emily stop by the pond? Option A. To feed the ducks. B. To relax and enjoy the scenery. C. To talk to the older woman. And D. To pick flowers. Answer B ആണ് to relax and enjoy the scenery.
ക്വസ്റ്റ്യൻ നമ്പർ 124. വാട്ട് സീസൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാസേജ്? ഏത് സീസണാണ് ഈ പാസേജിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ സമ്മർ, ബി സ്പ്രിംഗ്, സി ഓട്ടം ആൻഡ് ഡി വിൻ്റർ. ഫസ്റ്റ് ലൈനിൽ തന്നെ തന്നിട്ടുണ്ട് ഓൺ എ സണ്ണി സ്പ്രിംഗ് മോർണിംഗ് എന്നാണ് പാസേജ് തുടങ്ങുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്പ്രിംഗ്. Question number 125. The phrase without hesitation suggests that Emily, option A, thought for a while before helping the woman, B, helped her immediately, C, was unsure about helping her, and D, hesitated before helping her. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹെൽപ്ഡ് ഹെർ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ അവൾ ആ വൃദ്ധയെ സഹായിച്ചായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 126 നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്? ഓപ്ഷൻ എ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ബി ദി വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, സി യൂത്ത് ആൻഡ് ഏജിങ്, ഡി ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ദി വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. Questions 127 to 150. Choose the best option from the ones given. 127. Despite knowing the risk of sharing personal information online, Ria chose to turn a blind eye to the dangers of social media. What does this mean? Option A. She addressed the danger directly. B. She ignored the danger. C. She exaggerated the danger. And D. She warned others about the danger. Answer B ആണ് she ignored the danger. Question number 128 നോക്കാം. I enjoy both reading and drawing. They are my favorite. Option A task, B habits, C hobbies and D duties. Option C ആണ് കറക്റ്റ് ആൻസർ. ഹോബീസ് ആണ്. Question number 129 നോക്കാം. Which word is opposite in meaning to expand? എക്സ്പാൻഡ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻക്രീസ്, ബി എൻലാർജ്, സി എക്സ്റ്റെൻഡ് ആൻഡ് ഡി കൺട്രാക്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കൺട്രാക്ട്, വികസിക്കുക, ചുരുങ്ങുക എന്നർത്ഥം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 130. വിച്ച് വേർഡ് മീൻസ് ദ സെയിം ആസ് വെരി ലാർജ്? ഏറ്റവും വലുത് എന്ന അർത്ഥം വരുന്ന വേർഡാണ് നമ്മൾ ഈ 4 ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ ടിനി, ബി ബ്യൂട്ടിഫുൾ, സി ഹ്യൂജ് ആൻഡ് ഡി നോർമൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഹ്യൂജ്. ക്വസ്റ്റ്യൻ നമ്പർ 131. ദി ടീച്ചർ ആസ്ക്ഡ് ഹെർ സ്റ്റുഡൻസ് ടു ഡാഷ് ദെയർ അസൈൻമെൻറ്റ്സ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. ഓപ്ഷൻ എ സബ്മിറ്റ്, ബി സബ്മിറ്റിംഗ്, സി സബ്മിറ്റഡ് ആൻഡ് ഡി സബ്മിറ്റ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സബ്മിറ്റ്. 132 നോക്കാം. 10,000 saw I at a glance is an example of option A hyperbole, B simile, C alliteration, D metaphor. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹൈപ്പർബോളി. അതായത് അതിഭാവുകത്വം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വിവരണം ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 133. ഹി ഹാർഡ്ലി കംസ് ടു ഓഫീസ് ദീസ് ഡേയ്സ്. ഓപ്ഷൻ എ ഡിഡ് ഹി, ബി ഡസ് ഹി, സി ഡസൻറ്റ് ഹി, ഡി ഡോണ്ട് ഹി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡസ് ഹി. ക്വസ്റ്റ്യൻ നമ്പർ 134 നോക്കാം. എ പേഴ്സൺ ഹു നറേറ്റ്സ് ഓർ റൈറ്റ്സ് ദെയർ ഓൺ ലൈഫ് സ്റ്റോറി ഈസ് വർക്കിംഗ് ഓൺ ഡാഷ്. ഓപ്ഷൻ എ ബയോഗ്രഫി, ബി ആൻ ഓട്ടോബയോഗ്രഫി, സി എ ഷോർട്ട് സ്റ്റോറി ആൻഡ് ഡി എ ലെജൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ആൻ ഓട്ടോബയോഗ്രഫി. 135. The chef was preparing a delicious meal. A delicious meal. Option A is prepared by the chef, B has prepared by the chef, C had been prepared by the chef and D was being prepared by the chef. Option D ആണ് correct answer. A delicious meal was being prepared by the chef. Question number 136. After the long walk they rested dash the shade of a large tree. Option A on, option B by, option C at and option D in. They rested in the shade of a large tree ആണ്. So the answer is option D in. Question number 137. One should sympathize dash the poor. Option A for, B with, C to, D in. Option B ആണ് correct answer, with ആണ്. 138. A person who studies past artifacts and remains is dash. Option A biologist, B an archaeologist, C a linguist, D an astronomer.
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആൻ ആർക്കിയോളജിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 139. വിച്ച് ഓഫ് ദി ഫോളോവിങ് സെൻറ്റൻസസ് എക്സ്പ്രസസ് ആൻ ഒപ്പീനിയൻ? ഒരു അഭിപ്രായത്തെ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ബി, വാട്ടർ ഫ്രീസസ് അറ്റ് 0 degrees Celsius. സി, ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. ആൻഡ് ഡി, there are 7 days in a week. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. 140. When Nainika decides to apply for the post at the 11th hour, she is applying for the post dash. Option A, after careful consideration. B, following extensive preparation. C, at the last moment. And D, without any hesitation. 11th hour എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡൂയിങ് സംതിങ് അറ്റ് ദ വെരി ലാസ്റ്റ് പോസിബിൾ മൊമെൻറ്റ്. ഇനി അതുമല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ എ ഡെഡ് ലൈൻ, അതായത് അവസാന നിമിഷം ചെയ്ത് തീർക്കുന്നതിനെയാണ് 11th hour എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 141. ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ ടു ബൈ ഡാഷ് എഗ്സ് ആൻഡ് ബ്രെഡ്. ഓപ്ഷൻ എ, സം. ബി, എനി. സി, മച്ച്. ആൻഡ് ഡി, മെനി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സം എക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 142. ദ മൗണ്ടൻ പീക്ക് വാസ് ഡാഷ് കവേർഡ് ഇൻ സ്നോ. ഓപ്ഷൻ എ, ബ്യൂട്ടിഫുള്ളി. ബി, ബ്യൂട്ടിഫുൾ. സി, ബ്യൂട്ടി. ആൻഡ് ഡി, ബ്യൂട്ടിഫൈ. ഓപ്ഷൻ എ ആണ് ബ്യൂട്ടിഫുള്ളി കവേർഡ് ഇൻ സ്നോ. ക്വസ്റ്റ്യൻ നമ്പർ 143. ഇഫ് യു ആർ അണ്ടർ ദ വെദർ യു ആർ ഡാഷ്. ഓപ്ഷൻ എ, ഫീലിംഗ് ഇൽ. ബി, ഫീലിംഗ് റിഫ്രഷ്ഡ്. സി, എൻജോയിങ് ഗുഡ് ഹെൽത്ത്. ആൻഡ് ഡി, വെരി ബിസി. ചെറിയ അസുഖങ്ങളെ അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർ ദ വെദർ എന്ന ഒരു യൂസേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പൊളൈറ്റ് വേ ടു എക്സ്പ്ലെയിൻ മൈനർ സിക്നസ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ, ഫീലിംഗ് ഇൽ. ക്വസ്റ്റ്യൻ നമ്പർ 144. വി വിൽ സ്റ്റേ ഇൻഡോർസ് ഡാഷ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ഓപ്ഷൻ എ, വൈൽ. ഓപ്ഷൻ ബി, ഓൾദോ. ഓപ്ഷൻ സി, അൻറ്റിൽ. ആൻഡ് ഓപ്ഷൻ ഡി, ബിക്കോസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അൻറ്റിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 145. ഐ റെയർലി ഡാഷ് കോഫി ഇൻ ദ മോർണിംഗ്. ഓപ്ഷൻ എ, ഡ്രിങ്ക്സ്. ബി, ഡ്രിങ്കിങ്. സി, ഡ്രിങ്ക്. ഡി, ടു ഡ്രിങ്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വിരളമായി മാത്രമേ രാവിലെ കോഫി കുടിക്കാറുള്ളൂ എന്നാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ഡ്രിങ്ക് എന്നുള്ളതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 146. The new employee is very enthusiastic about her work. Dash, she lacks experience. Option A, so. B, but. C, and. D, because. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ബട്ട് ആണ് കറക്റ്റ് ആൻസർ. 147ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ഹെർ പ്രസൻറ്റേഷൻ ഹണി മാനേജ്ഡ് ടു പുട്ട് അക്രോസ് ഹെർ പോയിന്റ് വെരി വെൽ. ഷീ വാസ് ഏബിൾ ടു ഡാഷ്. എ, keep her point to herself. B, express the point clearly. C, hide her feelings. D, confuse everyone. Answer B ആണ് express the point clearly. Question number 148. She has been working here dash 5 years. Option A, since. Option B, for. Option C, in. And option D, by. Option B ആണ് correct answer, for 5 years. 149. Riya solved the complex puzzle in just a few minutes, saying it was a piece of cake. What does this indicate? Option A, it was a dessert. Option B, it was very easy. C, it was extremely difficult. And option D, it was a major challenge. വളരെ പ്രയാസമേറിയ ഒരു പസിൽ കുറഞ്ഞ സമയം കൊണ്ട് സോൾവ് ചെയ്തതിന് ശേഷം റിയ പറഞ്ഞത് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇറ്റ് വാസ് വെരി ഈസി. ഈസി ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് നമ്മൾ പറയാറുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 150. ഹെർ വോയിസ് വാസ് ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്. ദിസ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, മെറ്റാഫർ. ബി, ഹൈപ്പർബോളി. സി, സിമിലെ. ഡി, ഐറണി. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ മെറ്റാഫർ നമ്മൾ യൂസ് ചെയ്യുന്നത് രൂപകമായിട്ടാണല്ലോ.
പിന്നെ ബി ഹൈപ്പർബോളിയാണ് തന്നിട്ടുള്ളത്. അത് അതിഭൗകത്വത്തിനാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സി ഉപമയാണ്, സിമിലി, അതായത് ആസ്, ലൈക്ക് എന്നൊക്കെ ചേർത്ത് നമ്മൾ പറയുമല്ലോ, സമാനതയെ കാണിക്കാൻ പറയുന്നതാണ്, സാമ്യമുള്ളതിനെ കാണിക്കാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹീസ് ബ്രേവ് ലൈക്ക് എ ലയൺ എന്ന് വെച്ചാൽ അവൻ സിംഹത്തെ പോലെ ധൈര്യശാലിയാണെന്നൊക്കെ ഉപമിക്കാൻ വേണ്ടിയാണ് നമ്മൾ സിമിലീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് ഐറണിയാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് അനുചിതമായ രീതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സോ ഇവിടെ സിമിലിയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.